32 പല്ലും കാണണം കേട്ടോ. കണ്ണ് തുറക്കാൻ ഞാൻ പറഞ്ഞില്ല, 32 പല്ല് കാണിക്കാനാ പറഞ്ഞു. പല്ല് കാണിക്കാൻ പറയുമ്പോൾ കണ്ണ് തുറക്കും, കണ്ണ് തുറക്കാൻ പറയുമ്പോൾ പല്ല് കാണിക്കും. എന്ത് പിള്ളേരാണ്? ഓക്കെ, കണ്ണ് തുറക്കാതെ 32 പല്ലും കാട്ടി ചിരിച്ച സാർ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചിരിക്കുന്നത് ആരാണ്? എല്ലാവരുടെയും ചിരി കൊള്ളാട്ടോ. മാൻ, ദാറ്റ് ഈസ് വെരി ക്യൂട്ട്. സാമുവലിന്റെ ചിരി കൊള്ളാം. സാമുവൽ കണ്ണു തുറക്കല്ലേ, കണ്ണു തുറക്കാൻ പാടില്ല. ഓക്കെ, എല്ലാവരും കണ്ണു തുറന്നു. യെസ്. അപ്പൊ വെൽക്കം ടു വിന്നേഴ്സ് മാത്സ് ക്ലാസ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഈ ആഴ്ചത്തെ മാത്സ് ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സാർ, ഡിഡ് യു ചേഞ്ച് വിന്നേഴ്സ് ടീഷർട്ട്? ആടാ, ഞാൻ ഒരു ടീഷർട്ട് തന്നെ എല്ലാ ദിവസവും ഇട്ടുകൊണ്ട് വരാം. ഇതൊക്കെ ഇടക്കാലക്കും ഞങ്ങള് വാഷ് ചെയ്യും. ഞങ്ങള് ഭയങ്കര ക്ലീൻനെസ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ, യെസ്. ഇന്ന് നോക്കട്ടെ സാർ, പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വേറെ. ഓക്കെ മക്കളെ, നിങ്ങളുടെ റോൾ നമ്പർ, കറക്റ്റ് ആയിട്ടുള്ള റോൾ നമ്പർ പേരിന്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടാവണം. നിർബന്ധമുള്ള കാര്യമാണ്. അത് ബേസിക്കിന് കിട്ടിയ റോൾ നമ്പർ അല്ല, നമ്മളുടെ പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടിയ റെഗുലർ ക്ലാസ്സിന്റെ റോൾ നമ്പർ ആണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റോൾ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ അറേഞ്ച്മെന്റ് സാർ ഒരാളെ കാണിച്ചാലോ നമുക്ക്? യെസ്, ശ്രീബാൽ സീറ്റിനെ ഒന്ന് കാണിച്ചോട്ടെ സ്ക്രീനിൽ, അറേഞ്ച്മെന്റ് കാണിക്കാനായിട്ട്. യെസ്, ഓക്കെ. കൈ ഒന്ന് ടേബിളിലോട്ട് വെക്കോ മോൻ, കൈ ഒന്ന് ടേബിളിലോട്ട് വെച്ചു. യെസ്, വെരി ഗുഡ്, പെർഫെക്റ്റ്. കാണിച്ചു സാറേ. യെസ്, ദേ ഇതാണ് ശ്രീബാല്. ശ്രീബാലിന്റെ കൈകൾ കാണാം, ശ്രീബാലിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് കാണാം, ശ്രീബാൽ എഴുതുന്ന ബുക്കുകൾ കാണാം. മനസ്സിലായ? അത്രയും അറേഞ്ച്മെന്റ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ വെക്കണം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരെയും സാറിന് കാണാൻ പറ്റും, നിങ്ങൾ എഴുതുന്നത് സാറിന് കാണാൻ പറ്റും, അതെല്ലാം പ്രോപ്പർ ആയിരിക്കും. ഓക്കെ, വേറൊന്നുമില്ല സാറേ. വീഡിയോ ഓൺ ചെയ്യാത്ത എല്ലാവരും പുറത്തായിക്കോ സാറേ. വീഡിയോ ഓൺ ചെയ്യാത്ത എല്ലാവരും ആർദ്രനൊക്കെ പിടിച്ച് പുറത്തായിക്കോ. ആർദ്ര, പ്രദീപ്, പാർത്ഥിബ്, അമയാനന്ദ്, ലക്ഷ്മി, നിയ, ശിവമയി വീഡിയോ ഓൺ ചെയ്യാട്ടാ. ദക്ഷ, യെസ്. ലാസ്റ്റ് ഒരു 10 സെക്കൻഡ്സ് കൂടി സാറ് തരണം. അല്ലാത്തവര് നിങ്ങളെ നേരെ ബ്രേക്ക്ഔട്ട് റൂമിലോട്ട് കൊണ്ടുപോകൂട്ടാ. അവിടെ നല്ല നല്ല കലക്കൻ സാറുമാര് വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, അപ്പൊ എല്ലാവരും പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യുവർ വീഡിയോസ് ആർ ഓൺ ത്രൂ ഔട്ട് ദ എൻറ്റയർ ക്ലാസ്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്, നമ്മൾ ഗണിത പ്രകാശ് എന്ന് പറഞ്ഞ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓൾഡ് NCERT സിലബസിലെ 6th ചാപ്റ്ററും ഏകദേശം ഒക്കെ സെയിം ആണ്. ഓക്കെ, യു ഏതാ ടീം എന്നാ? ഞാൻ ബ്രസീൽ. ഓക്കെ, കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ അർജന്റീനയായിരുന്നു, ഈ കൊല്ലം ബ്രസീൽ അടിക്കട്ടെ, കുറെ നാളായില്ലേ അവരടിച്ചിട്ട്. അപ്പൊ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയണേന്ന്. സാറേ സ്ലൈഡ് കാണിച്ചോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഒന്നാമത്തത്, എവറി പെർഫെക്റ്റ് സ്ക്വയർ വിൽ ഹാവ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാടാ? ഓടാണ്. എന്താണ് ഫാക്ടർ? പെർഫെക്റ്റ് സ്ക്വയേഴ്സിന് എന്തുകൊണ്ടാണ് ഓഡ് ഫാക്ടർ വരുന്നതൊക്കെ സാറ് ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഓർമ്മ ഡാറ്റ കാണിച്ചേ. കാരണം രണ്ട് മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് സെയിം ആയിട്ട് വരും, അതുകൊണ്ട് നമ്മൾ ഒരെണ്ണമായിട്ട് എടുക്കുള്ളൂ. അതുകൊണ്ട് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഡ് ആയിരിക്കും. പിന്നെ എവറി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ്സ് വിത്ത് 1 4 5 6 9 0. ഓക്കെ, ഈ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്നത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എല്ലാം ഈ നമ്പേഴ്സിലാണ് എൻഡ് ചെയ്യുന്നത്. ഈ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആവണമെന്നില്ല. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി എ പെർഫെക്റ്റ് സ്ക്വയർ. ഇനി if a whole number ends in 2 3 7 or 8, if a number ends in 2 3 7 or 8, it is definite that it is not a perfect square or it is not a square number. Okay, ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി squares of odd number will be odd number. Squares of odd number will always be odd number. Squares of even number will always be even number. ഇതിനെ പറയുന്ന പേരെന്താണ്? ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ ചെക്ക് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? പാരിറ്റി എന്ന് പറയും. പാരിറ്റി. ഓക്കെ, പിന്നെ സ്ക്വയേഴ്സ് ഓഫ് നമ്പർ എൻഡിങ് വിത്ത് 0 will have twice the number of zeros. Okay, squares of number ending with 0 will have twice the number of 0. അതായത് സപ്പോസ് നമ്മുടെ നമ്പർ ഇപ്പോ 600 ആണെങ്കിൽ ആദ്യം നമ്മൾ 6ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 36. നമ്പർ ഓഫ് സീറോസ് എത്ര ഉണ്ടാവും? ആക്ഷൻ കാണിച്ചേ. നമ്പർ ഓഫ് സീറോസ് എത്ര ഉണ്ടാവും?
2 ആണെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര സീറോസ് ഉണ്ടാവും? 4 സീറോസ് ഉണ്ടാവും. 2ന്റെ ട്വൈസ് നമ്പർ ഓഫ് സീറോസ് ഉണ്ടാവും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഒരു ടേബിൾ ആണ്. യെസ്, ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, ഇഫ് ദ നമ്പർ ഇസ് എൻഡിങ് വിത്ത് 1 or 9, then the units place of its square number will be 1. 1ലും 9ലും അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സും എന്തിലാണ് എൻഡ് ചെയ്യുക? 1ലായിരിക്കും എൻഡ് ചെയ്യുക. 2ലും 8ലും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എന്തിലായിരിക്കും എൻഡ് ചെയ്യുക? 4ലായിരിക്കും എൻഡ് ചെയ്യുക. 3ലും 7ലും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് 9ലായിരിക്കും എൻഡ് ചെയ്യുക. 4ലും 6ലും എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് 6ലായിരിക്കും എൻഡ് ചെയ്യുക. 5ലാണെങ്കിൽ 5ൽ എൻഡ് ചെയ്യും. 0ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് 0ലായിരിക്കും. ഇതൊക്കെ ഓർമ്മ ടാറ്റ കാണിച്ചേ. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് പഠിക്കുകയാണ്. ഹെഡിങ് എഴുതിക്കോ, ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ബേസിക് നോട്ട് എന്ന് പറഞ്ഞ സൈഡിൽ എഴുതിക്കോട്ടെ. ഇത് ടെക്സ്റ്റിലില്ല, ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ ബേസ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സാർ ആദ്യം ഇത് പറയുന്നത്. എന്താണ് ഓഡ് നമ്പേഴ്സ്, എന്താണ് ഈവൻ നമ്പേഴ്സ് എന്നുള്ളത് സാറ് പറയുന്നത്. ഓക്കെ, ബേസിക് ഐഡിയ നോട്ട് എന്ന് പറഞ്ഞ എഴുതിക്കോ. ടെക്സ്റ്റിൽ ഇല്ലാത്തതാണ്, പക്ഷെ ബേസ് ആണ്. ഓഡ് നമ്പേഴ്സ് ബേസിക് ഐഡിയ നോട്ട് എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടാ. എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കുക. സാർ ആദ്യം ഈവൻ നമ്പർ എന്താണെന്ന് പറയാം. ഈവൻ നമ്പർ, ഈവൻ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്, എന്നാലും സാർ ജസ്റ്റ് പറയണേണ്. എന്താടാ? 2ന്റെ മൾട്ടിപ്പിൾസിനെ പറയണ പേരാണ് എന്ത്? ഈവൻ നമ്പേഴ്സ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ടാറ്റ കാണിച്ചേ. ഫസ്റ്റ് ഈവൻ നമ്പർ വേണമെങ്കിൽ നമുക്ക് 2 എന്ന് പറയാം. അങ്ങനെ 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോകുന്ന നമ്പേഴ്സിനെ പറയണാണ് എന്താടാ? ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് 2, 4, 6, 8, 0. ഈ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും ഇവിടെ? ഈവൻ നമ്പേഴ്സ് ആണ്. ഇത് സെറ്റാണ്. ടാറ്റ കാണിച്ചേ. സെറ്റ് അല്ലേ? ഇനി ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണേണ്. ഇത് ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് ട്ടാ. nth ഈവൻ നമ്പർ കണ്ടുപിടിക്കണം എനിക്ക്. nth ഈവൻ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ വെരി സിമ്പിൾ, 2 into n ചെയ്താൽ മതി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 10th ഈവൻ നമ്പർ എത്രയെന്ന് അറിയണം. 10th ഈവൻ നമ്പർ, ഫസ്റ്റ് ഈവൻ നമ്പർ 2, സെക്കൻഡ് ഈവൻ നമ്പർ 4, തേർഡ് ഈവൻ നമ്പർ 6, ഫോർത്ത് ഈവൻ നമ്പർ 8. അങ്ങനെയാണെങ്കിൽ 10th ഈവൻ നമ്പർ എന്തായിരിക്കും? 2 into 10, 20 ആയിരിക്കും. സെറ്റാണ്. ടാറ്റ കാണിച്ചേ. അങ്ങനെയാണ് മക്കളെ ആക്ഷൻ കാണിച്ചേ. 5th ഈവൻ നമ്പർ ഏതായിരിക്കും? 5th ഈവൻ നമ്പർ, 5th ഈവൻ നമ്പർ ഞാൻ പറഞ്ഞു. 5th ഈവൻ നമ്പർ 2 into 5, 10. നോക്കേ, 2, 4, 6, 8. 5th ഈവൻ നമ്പർ 10. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. സെറ്റ് അല്ലേ? ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ, പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, 6th ഈവൻ നമ്പർ ഏതായിരിക്കും? 6th ഈവൻ നമ്പർ, 6th ഈവൻ നമ്പർ 6, 2 into 6 ചെയ്താൽ മതി 12. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോ ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. nth ഈവൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? 2n. nth ഈവൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n. ഒന്ന് എഴുതിയെടുത്തേ, എന്നിട്ട് എക്സാമ്പിൾ എഴുതി വെച്ചേ. എക്സാമ്പിൾ എഴുതി നോക്കാം. 10th ഈവൻ നമ്പർ, 10th ആയിട്ട് 10th പൊസിഷനിൽ വരുന്ന ഈവൻ നമ്പർ ആണ് 2 into 10. 5th ആയിട്ട് വരുന്ന അല്ലെങ്കിൽ 5ാമതായിട്ട് വരുന്ന ഈവൻ നമ്പർ കാണാൻ 2 into 5. 6th ഈവൻ നമ്പർ കാണാനായിട്ട് 2 into 6, 12. ഓക്കെ, വേഗം എഴുതിയെടുത്തോ. അപ്പൊ എഴുതിയെടുക്കുമ്പോൾ നമുക്ക് ഒരാളോട് ചോദ്യം ചോദിക്കാം. യെസ്, തന്മയ്. എടാ, ഈവൻ നമ്പർ ആണ്. ഓഡ് നമ്പർ സാറ് പറയാൻ വേണ്ടി പോണുള്ളൂ, ശ്രദ്ധിച്ചോട്ടാ. തന്മയ്, തന്മയാ. യെസ്, തന്മയാ ഡാർലിംഗ്. തന്മയ് അൺമ്യൂട്ട് ചെയ്യും. സാറിന് 20th ഈവൻ നമ്പർ കണ്ടുപിടിക്കണം. എത്രയാണെന്ന് പറയാമോ? എഴുതിക്കോട്ടെ എല്ലാവരും. ഇത് 20th ഈവൻ നമ്പർ കണ്ടുപിടിക്കണം. എത്രയാണെന്ന് പറയാമോ? nth ഈവൻ നമ്പർ കണ്ടുപിടിക്കാൻ 2 into n ആണ്. അപ്പൊ 20th ഈവൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
20 into 2 എത്രയാ? 40. അപ്പൊ 20th ഈവൻ നമ്പർ ഇസ് 40. മനസ്സിലായ? ഐഡിയ മനസ്സിലായ? ഇത് ജസ്റ്റ് ഒന്ന് സാറ് പറഞ്ഞു തന്നുള്ളൂ. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി സാറ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ഏത് കഴിഞ്ഞെങ്കിൽ ഡാറ്റ കാണിച്ചേ? യെസ്. അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? 2ന്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സ്, അല്ലെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ്. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിനാണ് എന്ത് പറയാ? ഓഡ് നമ്പേഴ്സ്. ഫസ്റ്റ് ഓഡ് നമ്പർ എത്രയാടാ? 1. അടുത്ത ഓഡ് നമ്പർ 3, 5, 7, 9 എക്സെട്ര. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താടാ? 2ന്റെ മൾട്ടിപ്പിൾസ് അല്ല, ദേ ആർ നോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 2. പിന്നെ 2 വെച്ച് ഡിവിസിബിളും അല്ല, ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സ് ആണ്. ഓക്കെ ആണോ? അപ്പോ ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും, ഇനി എഴുതല്ലേ, ഇനി എല്ലാവരും ബോർഡിലോട്ട് നോക്കാട്ടാ. നോക്കിയേ, ഫസ്റ്റ് ഈവൻ നമ്പർ 2, ഫസ്റ്റ് ഓഡ് നമ്പർ നോക്കിയേ. 2ൽ നിന്നും 1 കുറച്ചാലല്ലേ ഓഡ് നമ്പർ, ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടണേ. ടാറ്റ കാണിച്ചേ. 2 - 1 അല്ലേ ഫസ്റ്റ് ഓഡ് നമ്പർ. ഇനി സെക്കൻഡ് ഓഡ് നമ്പർ 4. ഇവിടുത്തെ സെക്കൻഡ് ഓഡ് നമ്പർ നോക്കിയേ. 4ൽ നിന്നും -1 ചെയ്യുമ്പോഴാണ് എന്ത് വരിക? സെക്കൻഡ് ഓഡ് നമ്പർ കിട്ടണേ. തേർഡ് ഓഡ് നമ്പർ, തേർഡ് ഈവൻ നമ്പർ 6. 6ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടണേ? തേർഡ് ഓഡ് നമ്പർ കിട്ടണേ. 6ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴാണ് തേർഡ് ഓഡ് നമ്പർ കിട്ടണേ. അങ്ങനെയാണെങ്കിൽ nth ഈവൻ നമ്പർ 2n ആണെങ്കിൽ nth ഓഡ് നമ്പർ എന്തായിരിക്കും? nth ഈവൻ നമ്പർ 2n ആണെങ്കിൽ nth ഓഡ് നമ്പർ എന്തായിരിക്കും? ഈവൻ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴല്ലേ എനിക്ക് ഓഡ് നമ്പർ കിട്ടണേ? ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഈവൻ നമ്പറിൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓഡ് നമ്പർ കിട്ടണേ. അപ്പൊ nth ഈവൻ നമ്പർ 2n ആണെങ്കിൽ nth ഓഡ് നമ്പർ 2n - 1 ആയിരിക്കും. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളോട് ചോദിക്കണേണ് 10th ഓഡ് നമ്പർ ചോദിക്കാണ്. 10th ഓഡ് നമ്പർ, വാട്ട് ഈസ് ദ 10th ഓഡ് നമ്പർ? അപ്പൊ എന്ത് ചെയ്താം? n-ന് 10 കൊടുക്കുക. 2 × 10 - 1. 2 × 10 എത്രയാ? 20 - 1 19. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിക്കാം. ഓക്കെ. അപ്പൊ എഴുതിക്കോ. ഇതൊന്നിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചേ. 5th ഓഡ് നമ്പർ നിങ്ങൾ കണ്ടുപിടിച്ചേ. 5th ഓഡ് നമ്പർ നിങ്ങൾ കണ്ടുപിടിക്കാം. ഒന്ന് മ്യൂട്ട് ചെയ്യും പിടിക്കാം കേട്ടോ. യെസ്. 5th ഓഡ് നമ്പർ കിട്ടിയത് പറഞ്ഞേ. അബ്ദുൽ ഹനാൻ. 5th ഓഡ് നമ്പർ എത്രയാണ്? 9. എന്താ ചെയ്യണ്ടേ? 2 × 5 -1. 2 × 5 എത്രയാ? 10 - 1 9. സെറ്റ് അല്ലേ? അപ്പോ ഓഡ് നമ്പർ ഇപ്പൊ നിങ്ങളോട് പറയണേണ് 50th ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 50th ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 × 50
-1 ചെയ്താൽ മതി. 2 × 50 എത്രയാണ്? 100. 100 - 1 99 ആയിരിക്കും 50th വരുന്ന ഓഡ് നമ്പർ. സെറ്റ് ആണെങ്കിൽ, അതായത് 1 3 5 7 9 ഇങ്ങനെ എഴുതി പോകുമ്പോൾ 50th ആയിട്ട് വരുന്ന ഓഡ് നമ്പർ ഏതായിരിക്കും? 99. ഈ രണ്ട് ഐഡിയ ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഓഡ് നമ്പറും ഈവൻ നമ്പറും എന്താണ്? ഓഡ് നമ്പറിലെ ഏത് പൊസിഷനിലുള്ള ഓഡ് നമ്പറും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഇക്വേഷൻ ആണ്. nth ഓഡ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഹൗ വി ഗെറ്റ് 2 ഇൻ ഓഡ് നമ്പർ? 2 വരില്ല. 2n - 1 ആണ്. ഈവൻ നമ്പറിൽ നിന്നും 1 കുറയ്ക്കുമ്പോഴാണ് എനിക്ക് ഓഡ് നമ്പർ കിട്ടണേ. 2ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഓഡ് നമ്പർ കിട്ടണേ. 4ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴാണ് എനിക്ക് സെക്കൻഡ് ഓഡ് നമ്പർ കിട്ടണേ. ക്ലിയർ ആണ്? അതേപോലെ തന്നെ 2nൽ നിന്നും 1 മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? nth ഓഡ് നമ്പർ കിട്ടും. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിക്കാം. ഓക്കെ, എല്ലാവരും എല്ലാ ക്ലാസ്സിലും എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്ന് എക്സാം ഉണ്ടോ, ഇന്ന് എക്സാം ഉണ്ടോ. എന്തായാലും നമ്മുടെ വിന്നേഴ്സിൽ നിങ്ങൾ ക്ലാസ് കൂടുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും there will be exam. ഓക്കെ, അതിൽ നിങ്ങൾക്ക് യാതൊരു ഇനി മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, എന്നൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ അന്നൊക്കെ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, ഇന്നലെ ഉണ്ടായില്ലേ? ഓ, കെമിസ്ട്രി ഫസ്റ്റ് ക്ലാസ് അല്ലേ? മാത്സിന് എന്തായാലും റെഗുലർ ആയിട്ട് എക്സാം ഉണ്ടാവും. മാത്സ് എന്നൊക്കെ ഉണ്ടോ അന്ന് നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം ഉണ്ട്. ഇന്ന് വേണ്ടെന്ന് പറയുന്നുണ്ടാ? നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഞാൻ വെച്ചിരിക്കും. എന്താണ് ബ്രോ? ഓക്കെ, ഇത് ക്ലിയർ ആണ്. അടുത്തൊരു ഹെഡിങ് എഴുതിക്കേ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. അടുത്തൊരു ഹെഡിങ് എഴുതാട്ടാ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. Sir, you are not 50-year-old. You ask Maria teacher. I think Maria will tell how old I am. She is anyway 40. So if she is 40, anyway, I'll be definitely 50. You don't trust me, guys. What, man? Okay. Yes. അപ്പോൾ എഴുതിക്കോ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ്. ഈ ഹെഡിങ് മാത്രം എഴുതാട്ടാ, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് and odd numbers. Perfect squares and odd numbers. Sir, you look 100 na. Dudes, what dude? Okay, perfect squares and odd number. എല്ലാവരും ശ്രദ്ധിക്കാട്ടാ. ഇനി നിങ്ങൾക്ക് മെസ്സേജ്, നിങ്ങൾക്ക് ഡൗട്ട് മാത്രം മെസ്സേജ് ഇടാൻ പാടുള്ളൂ. ബാക്കി കമന്റുകൾ ഇസ് ബാൻഡ്. ടാക്സി ക്യാബ് നമ്പേഴ്സ് എത്തിയിട്ടില്ല. ടാക്സി ക്യാബ് നമ്പേഴ്സ് നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ വരുള്ളൂ. നമ്മൾ ക്യൂബിലോട്ട് എത്തിയിട്ടില്ല, പെർഫെക്റ്റ് സ്ക്വയേഴ്സിലോട്ട് എത്തിയിട്ടുള്ളൂ. ശ്രദ്ധിച്ചോട്ടാ. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആൻഡ് ഓഡ് നമ്പേഴ്സ് ശ്രദ്ധിച്ച എല്ലാവരും. സാർ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിക്കാൻ വേണ്ടി പോകണം. ശ്രദ്ധിച്ചോട്ടാ, ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഓഡ് നമ്പർ ആക്ഷൻ കാണിച്ചേ. ഫസ്റ്റ് ഓഡ് നമ്പർ 1. ഓക്കെ, ഇനി ഫസ്റ്റ് ഓഡ് നമ്പർ പ്ലസ് നെക്സ്റ്റ് ഓഡ് നമ്പർ എത്രയാ? നെക്സ്റ്റ് ഓഡ് നമ്പർ എത്രയാ? 3. 1 + 3 ചെയ്തപ്പോൾ എനിക്ക് ആൻസർ എത്ര കിട്ടി? 4. 4 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ സ്ക്വയറാ? 4 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ സ്ക്വയറാ? ആക്ഷൻ കാണിക്കാട്ടാ. 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ. അതായത് മക്കളെ, ആദ്യത്തെ രണ്ട് ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 2ന്റെ സ്ക്വയർ കിട്ടി. ടാറ്റ കാണിച്ച്. ക്ലിയർ ആണ്? ഓക്കെ, ഇനി ഞാൻ ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യണേണ്. 1 + 3 + 5. ആൻസർ എത്ര വരും? 1 + 3 4, 4 + 5 9. അപ്പോ 9. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. 9 എന്തിന്റെ സ്ക്വയറാ? 9 ഏത് നമ്പറിന്റെ സ്ക്വയറാ? 3യുടെ സ്ക്വയർ. അതായത് ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3യുടെ സ്ക്വയർ കിട്ടി. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഫസ്റ്റ് 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സം ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ? സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ്. ഓക്കെ, ഒരെണ്ണോട് സാറ് കാണിച്ചു തരാം. 1 + 3 + 5 + 7. ആൻസർ എന്ത് വരും? 1 + 3 4, 4 + 5 9, 9 + 17 7 16. 16 ഏത് നമ്പറിന്റെ സ്ക്വയറാ? യെസ്, 4ന്റെ സ്ക്വയറാ അല്ലേ? അപ്പോൾ
ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് 4 odd numbers. First 4 odd numbers. First 3 odd numbers. First 2 odd numbers. ഈ ഐഡിയ ക്ലിക്ക് ആയി ഡാറ്റ കാണിച്ചേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം 5 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ഓഡ് നമ്പേഴ്സിന്റെ സമ്മ? 5 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ഓഡ് നമ്പേഴ്സിന്റെ സമ്മ? 5 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ അല്ലെ? സം ഓഫ് ഫസ്റ്റ് 5 odd numbers. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ സാർ ഇക്വേഷൻ പറയട്ടെ. n സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ n സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? n സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. മക്കൾ ഈ പാറ്റേൺ ഒന്ന് എഴുതിയെടുത്തേ, വേഗം എഴുതിയെടുത്തേ, വേഗം ഒന്ന് എഴുതിയെടുത്തേ. നൗ യു റൈറ്റ് ഇറ്റ്. 1 എന്ന് പറയണത് നമുക്ക് 1 സമ്മായിട്ടൊന്നും എഴുതാനില്ല. അപ്പൊ 1 തന്നെ സമ്മായിട്ട് എഴുതാനില്ല. ഫസ്റ്റ് 2 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് എന്താടാ? 2 സ്ക്വയർ ആയിരിക്കും. ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സിന്റെ സം എന്താണ്? 3 സ്ക്വയർ. ഫസ്റ്റ് 4 ഓഡ് നമ്പേഴ്സിന്റെ സം എന്താണ്? 4 സ്ക്വയർ. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് 5 ഓഡ് നമ്പേഴ്സ്. n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. സാറേ എഴുതുന്ന സമയത്ത് ഒരാൾ അൺമ്യൂട്ട് ചെയ്തോ. ഇത് എഴുതിയെടുത്തോട്ടെ എല്ലാവരും, എഴുതിയെടുത്തോ എല്ലാവരും. സംവേദ്യ. സംവേദ്യ പറഞ്ഞോ. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ഓഡ് നമ്പേഴ്സിന്റെ സം ആയിരിക്കും? ഫസ്റ്റ് മുതലുള്ള സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്. ക്ലിയർ ആണ്? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണ്? വേണമെങ്കിൽ സംവേദ്യ എന്ത് ചെയ്യണം? 1 to 10 ഉള്ള ഓഡ് നമ്പേഴ്സ്. സംവേദ്യ അൺമ്യൂട്ട് ചെയ്തോ. ആപ്ലിക്കബിൾ അല്ല, only applicable to odd numbers. Okay, any odd number, sum of first n odd numbers. ഇപ്പൊ സംവേദ്യം വേണമെങ്കിൽ 1 മുതൽ 10 വരെയുള്ള എല്ലാ, അല്ലെങ്കിൽ ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്, 1 മുതൽ 10 വരെ അല്ല, ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സിന്റെ സം എടുത്ത് നോക്കിക്കോ, 10 സ്ക്വയർ ആയിരിക്കും. ഈവൻ നമ്പേഴ്സിൽ കിട്ടില്ല നമുക്ക്. ഈവൻ നമ്പേഴ്സിൽ ഈ പാറ്റേൺ ഇല്ല, അതാണ് മനസ്സിലായോ? ഈവൻ നമ്പേഴ്സിലെ ഫസ്റ്റ് 2 ഓഡ് നമ്പർ, ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിയാൽ 2 + 4 6 ആണ്. ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലല്ലോ, മനസ്സിലായോ? പക്ഷെ നമ്മൾ എത്ര ഓഡ് നമ്പേഴ്സ്, ഫസ്റ്റ് മുതലുള്ള എത്ര ഓഡ് നമ്പർ ആണ് ആഡ് ചെയ്യണത്, അത്രയും സ്ക്വയർ ആയിരിക്കും എന്ത് നമുക്ക് കിട്ടുക. ക്ലിയർ ആണോ? ഓക്കെ, അത് ഓഡ് നമ്പേഴ്സിൽ മാത്രം പറ്റുള്ളൂ. ഈവൻ നമ്പേഴ്സിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, യെസ്, ക്ലിയർ ആണ്? എല്ലാവരും എഴുതിക്കോട്ടെ, എല്ലാവരും എഴുതിക്കോ. എഴുതി കഴിഞ്ഞവരൊന്ന് എല്ലാവരും ലോ റേസ് സാറേ, എഴുതി കഴിഞ്ഞവരൊന്ന് റേസ് ഹാൻഡ് കൊടുക്കുക. ആരാണ് ഫസ്റ്റ് എഴുതണേന്ന് നോക്കട്ടെ. യെസ്, എഴുതി തീർന്ന ഒരാളെ വിളിച്ചോ സാറേ. മാനസ. മാനസമൈനേ വരൂ. അയ്യോ, മാനസ പറഞ്ഞേ. എനിക്ക് 20 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മുതലുള്ള എത്ര ഓഡ് നമ്പേഴ്സിന്റെ സം ആയിരിക്കും 20 സ്ക്വയർ? സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. ക്ലിയർ ആണോ? യെസ്, ഓക്കെ. എഴുതി കഴിഞ്ഞ എല്ലാവരും, എഴുതി കഴിഞ്ഞവരൊന്ന് ഡാറ്റ കാണിച്ചേ. യെസ്, ഇനി ഇത് വെച്ചിട്ട് സാർ അടുത്തൊരു കോൺസെപ്റ്റ് പറയണേ കേട്ടോ, ശ്രദ്ധിച്ചോ. ഇത് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു കോൺസെപ്റ്റ് പറയണേണ്, ശ്രദ്ധിച്ചോട്ടാ, എല്ലാവരും ശ്രദ്ധിച്ചോ. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിച്ചോ. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ശ്രദ്ധിച്ചേ. അതായത് നോക്കിയേ, സാറ് പറയണേണ് എനിക്കിപ്പോ 1 + 3 + 5 ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് ചെയ്തപ്പോൾ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക? ഫസ്റ്റ് 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 3 സ്ക്വയർ. ഇതിൽ സംശയമില്ലല്ല. ഓക്കെ, ഇനി മക്കള് പറയണം എനിക്ക് 4 സ്ക്വയർ കണ്ടുപിടിക്കണം. 3 സ്ക്വയറിന്റെ തൊട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എന്ത് വരും? 1 + 3 + 5 + 7 ചെയ്യുമ്പോഴല്ലേ എനിക്ക് 4 സ്ക്വയർ കിട്ടണേ അല്ലേ? ഇതെന്ന് പറയുന്നത് എന്താണ്? 1 + 3 + 5 3 സ്ക്വയർ അല്ലേ?
ഇപ്പൊ 3 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ഓഡ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 4 സ്ക്വയർ കിട്ടില്ലേ? ഐഡിയ മനസ്സിലായ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ അതെ, എനിക്കിപ്പോ 10 സ്ക്വയർ അറിയാം, 10 സ്ക്വയർ 100 ആണെന്ന് അറിയാം. എനിക്ക് 11 സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 10 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 11 സ്ക്വയർ കിട്ടും. നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? 10 വരെയുള്ള ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് അറിയാം, അല്ലെങ്കിൽ ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് എനിക്ക് അറിയാം. നെക്സ്റ്റ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 11th ഓഡ് നമ്പർ അല്ലെങ്കിൽ 10 സ്ക്വയർ പ്ലസ് 11th ഓഡ് നമ്പർ എന്ത് കിട്ടും നമുക്ക്? 11 സ്ക്വയർ കിട്ടും. ഓക്കെ അല്ലേ? 10 സ്ക്വയർ പ്ലസ് 11th ഓഡ് നമ്പർ. അതിന് ഉദാഹരണം പറയണേ, എനിക്ക് എക്സാമ്പിൾ പറയണെങ്കിൽ 11th ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോ പഠിച്ചത് എന്താണ്? 11th ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ 2n മൈനസ് 1, 2 into 11 minus 1. 2 into 11 എത്രയാണ്? 22 minus 1, 21. 10 സ്ക്വയർ 100 ആണ്. 100 plus 21 എന്ത് വരും? 121. ഓക്കെ, ഇത്രയും ലോജിക്ക് ആലോചിച്ചാൽ മതി. ശ്രദ്ധിച്ച എല്ലാവരും ഇത്ര ആലോചിച്ചാൽ മതി. സാർ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം, ശ്രദ്ധിച്ചോട്ടെ മക്കളെ. അതായത് എനിക്കിപ്പോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 20 സ്ക്വയർ തന്നിട്ടുണ്ട് 400. 21 സ്ക്വയർ കണ്ടുപിടിക്കണം. 20 സ്ക്വയർ തന്നിട്ടുണ്ട്, 21 സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 20 സ്ക്വയർ പ്ലസ് 21st ഓഡ് നമ്പർ ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? 20 സ്ക്വയർ തന്നിട്ടുണ്ട്, 21 സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 20 സ്ക്വയർ പ്ലസ് 21st ഓഡ് നമ്പർ. 21st ഓഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 21st ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, 2n മൈനസ് 1. ക്ലിയർ ആണോ? 2n മൈനസ് 1, 2 into 21 മൈനസ് 1. ആൻസർ എന്ത് വരും? 2 into 21, 42 മൈനസ് 1, 41. അപ്പോ 21 സ്ക്വയർ എന്ന് പറയുന്നത് 20 സ്ക്വയർ ഇസ് 400 പ്ലസ് 21st ഓഡ് നമ്പർ എത്രയാണ്? 41. ആൻസർ എന്ത് വരും? 441. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇത്ര ആലോചിച്ചാൽ മതി, ഇത്രയും മാത്രം മനസ്സിലിട്ടാൽ മതി. നിങ്ങൾക്കിപ്പോ 37 സ്ക്വയർ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാവുന്ന സ്ക്വയർ എഴുതാം. 15 സ്ക്വയർ തന്നിട്ടുണ്ട് 225. 16 സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 16 സ്ക്വയർ എന്ന് പറയുന്നത് 15 സ്ക്വയർ പ്ലസ് 16th ഓഡ് നമ്പർ. ക്ലിയർ ആണോ? 16 സ്ക്വയർ എന്ന് പറയുന്നത് 15 സ്ക്വയർ പ്ലസ് 16th ഓഡ് നമ്പർ. സപ്പോസ് നിങ്ങൾക്ക് 14 സ്ക്വയർ തന്നിട്ടുണ്ട് 196. നിങ്ങളോട് പറയണേണ് 15 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞ് എന്ത് ചെയ്താൽ മതി? 14 സ്ക്വയർ പ്ലസ് 15th ഓഡ് നമ്പർ. 15th ഓഡ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? 2n മൈനസ് 1. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ക്ലിയർ ആവും. സാറേ സ്ലൈഡ് ഒന്ന് കാണിക്കാം, അതിന്റെ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാം. ക്വസ്റ്റ്യൻ സ്ലൈഡ് 27. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തെടുത്തേ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് 36 സ്ക്വയർ ഇഫ് 35 സ്ക്വയർ ഇസ് 1225. സ്റ്റാർ ഇട്ട് വെച്ചോട്ടാ. ഈ ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. സ്റ്റാർ ഇട്ട് വെച്ചോ. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഓക്കെ, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണ്. ഫൈൻഡ് 36 സ്ക്വയർ ഇഫ് 35 സ്ക്വയർ ഇസ് 1225. ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നേരത്തെ കത്താത്തവർക്ക് ഇപ്പൊ ഇതായിക്കോളൂ കേട്ടോ, മനസ്സിലായിക്കോളും. അപ്പൊ മനസ്സിലാവാത്തവർ ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലായവര് താനെ ശ്രദ്ധിച്ചെഴുതാം. ഓക്കെ, റെഡിയാണോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി കേട്ടോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കണ എന്താണ്? തന്നേക്കണത് എടുത്ത് എഴുതാം. 36 സ്ക്വയർ ഇസ് ഈക്വൽ ടു 35 സ്ക്വയർ. യെസ്, 35 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1225.
നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? വാട്ട് വി നീഡ് ടു ഫൈൻഡ് 36 സ്ക്വയർ. വി നീഡ് ടു ഫൈൻഡ് 36 സ്ക്വയർ. അപ്പൊ നമ്മൾ പഠിച്ചു 36 സ്ക്വയർ എന്ന് പറയുന്നത് 35 സ്ക്വയറിന്റെ കൂടെ എത്രാമത്തെ ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക? ആര് പറഞ്ഞുതരും സാർ എനിക്ക്? യെസ്, ആരോൺ പറഞ്ഞോ. 36 സ്ക്വയർ എന്ന് പറയുന്നത് 35 സ്ക്വയറിന്റെ കൂടെ എത്രാമത്തെ ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടും? പറഞ്ഞോ ആരോണേ. 35 സ്ക്വയറിന്റെ കൂടെ എത്രാമത്തെ ഓഡ് നമ്പർ ആഡ് ചെയ്യണം? 35 കഴിഞ്ഞാൽ വരുന്ന നമ്പർ ഏതാ? 36. ആരോൺ പറയുന്നത് കേൾക്കുന്നില്ല. ചിന്മയ പറഞ്ഞോ. ചിന്മയ. ആരോൺ പറയുന്നത് കേൾക്കുന്നില്ല. ചിന്മയ പറഞ്ഞോ. ചിന്മയാമോ പറഞ്ഞോ. 36 സ്ക്വയർ 36th ഓഡ് നമ്പർ. ഇവിടെ ഉള്ള നമ്പറിന്റെ നെക്സ്റ്റ് നമ്പർ ആ പൊസിഷനിലുള്ള ഓഡ് നമ്പർ ആഡ് ചെയ്യണം. ഇനി 36th ഓഡ് നമ്പർ കാണാൻ നമുക്ക് അറിയാം ഇക്വേഷൻ നമ്മൾ പഠിച്ചല്ലോ. 36th ഓഡ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? 2n-1 ഫോർമുല ഉപയോഗിക്കാം. ഇസ് ഈക്വൽ ടു 2 into 36 minus 1. 2 into 36 എത്രയാ? 36 into 2. 6 into 2 12. 3 into 2 6. 6 plus 1 72. 72 minus 1 എത്ര വരും? 71. ക്ലിയർ ആണോ? അപ്പോ നമുക്ക് 35 സ്ക്വയർ അറിയാ 1225. 36th ഓഡ് നമ്പർ ഏതാ? 71. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 36 സ്ക്വയർ കിട്ടും. സെറ്റ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഇത് രണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1225 പ്ലസ് 71. 5 plus 1 6. 2 plus 7 9. 296. 1296. ഹാപ്പി? ഇതുപോലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കൂടി ചെയ്യണോ? ഒരെണ്ണം കൂടി ചെയ്യണമെങ്കിൽ നിങ്ങൾ വെറൈറ്റി ആക്ഷൻ എന്തെങ്കിലും കാണിക്കണം. ജിങ്കലാലഹേ ജിങ്കലാലഹേ. ഒരെണ്ണം കൂടി ചെയ്യണം. അപ്പൊ സാർ ഒരെണ്ണം കൂടി തരാണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 2 എന്ന് പറഞ്ഞു എഴുതിക്കോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 2 നോട്ട് ചെയ്തില്ല എല്ലാവരും? നോട്ട് ചെയ്താ? യെസ്. അപ്പൊ ഇത് നിങ്ങൾ താനെ ചെയ്യണോട്ടാ. താനെ ചെയ്യണോട്ടാ. ശ്രദ്ധിച്ചോ. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ 2. 25 square is equal to 625. 25 square is equal to 625. We need to find 26 square. We have to find 26 square. 25ന്റെ അടുത്തായിരിക്കണം കേട്ടോ. എപ്പോഴും ഓർക്കണം കോൺസിക്യൂട്ടീവ് സ്ക്വയേഴ്സ് ആണ് വേണ്ടത്. 35ന്റെ സ്ക്വയർ ആണ് തന്നേക്കണമെങ്കിൽ we can only find 36 square with that. ഓക്കെ. ആര് സാറിനെ ഹെൽപ്പ് ചെയ്യും? വെറൈറ്റി ടാറ്റ കാണിക്കുന്നവരെ സാറ് വിളിക്കും കേട്ടോ. വെറൈറ്റി ടാറ്റ കാണിക്കണം. ഭയങ്കര വെറൈറ്റി ടാറ്റ ആയിരിക്കണം. അൾട്രാ പ്രോ വെറൈറ്റി മാക്സ് ആയിരിക്കണം. ഓക്കെ. വെറൈറ്റി ടാറ്റ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കാണിക്കണേ. ഇത് എന്ത് ടാറ്റ? ഓക്കെ. ആരാണ് സാർ വിളിക്കണ്ടേ? ഡാൻസ് കളിക്കുന്നുണ്ട്. ഇങ്ങനെ കളിക്കുന്ന ആരാണ്? അനഘ. യെസ്, അനഘ പറഞ്ഞോ. എനിക്ക് 26 സ്ക്വയർ കാണണം. 25 സ്ക്വയറിന്റെ കൂടെ ഏതാണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്? പറഞ്ഞോ. 26th ഓഡ് നമ്പർ. ഓക്കെ അല്ലെ? സാറിന്റെ ഒപ്പം ചെയ്തോട്ടാ. 26 സ്ക്വയർ കാണാൻ 25 സ്ക്വയറിന്റെ കൂടെ 26th ഓഡ് നമ്പർ ആഡ് ചെയ്യണം. അപ്പൊ 26th ഓഡ് നമ്പർ എങ്ങനെ കാണും? വർക്കിംഗ് കോളത്തിൽ ചെയ്തേ. 26th ഓഡ് നമ്പർ ആര് പറഞ്ഞുതരും സാർ? അത് എനിക്ക് അടുത്ത ആൾ വിളിച്ചോ. ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് 26th ഓഡ് നമ്പർ കാണും? സാനികെ നിന്നെ കാണാൻ. ആ പാട്ട് കേട്ടണ്ട? സാനികല്ലേ, ശാരികയല്ലേ? ഓക്കെ. 26th ഓഡ് നമ്പർ പറഞ്ഞോ എങ്ങനെ കാണും? ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് കാണും? 2n-1. 2 into ഇവിടെ എന്നിന് എന്ത് വാല്യൂ കൊടുക്കും? 36 ആ. ശാരികനെ സാനിക കൂട്ടാ. 26 - 1. ഓക്കെ അല്ല, ശാരികനെ ഞാൻ സാനികനെ ശാരികയാക്കും. 2 into 26 എത്രയാ? 2 into 26 50.
2 മൈനസ് 1 എന്ത് വരും 51. അപ്പൊ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്താണ് 25 സ്ക്വയർ നമുക്കറിയാം 625 ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ പ്ലസ് 51. അപ്പൊ 625 പ്ലസ് 51 എത്രയാണ് 625 പ്ലസ് 51 5 പ്ലസ് 1 6 2 പ്ലസ് 5 7 676 സാറിനേക്കാളും മുമ്പ് കിട്ടിയ ഒരു ഡാറ്റ കാണിച്ച 676. ഐഡിയ മനസ്സിലായ? അപ്പൊ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നാൽ ചെയ്യോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റിൽ ഒരു ചോദ്യം സാറ് കാണിച്ചു തരട്ടെ, ചെയ്യോ നിങ്ങൾ? ടെക്സ്റ്റിൽ ഒരു ചോദ്യം റെഡിയാണോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ കാണിച്ചേക്കാം. പേജ് അത് തന്നെ, പേജ് നമ്പർ 10 നിങ്ങളുടെ ഗണിത പ്രകാശ് ബുക്കിലെ പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 3. ഗണിത പ്രകാശിലെ പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പൊ അങ്ങനെ തന്നെ എഴുതാട്ടാ, പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറഞ്ഞ് എഴുതാം. ഈ ഒരു സിമിലർ ക്വസ്റ്റ്യൻ NCERT-യിലും ഉണ്ട് കേട്ടോ. നിങ്ങളുടെ പഴയ NCERT ഓൾഡ് സിലബസിലും ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും യൂസ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോ. Given 125 square is equal to 15625. What is the value of 126 square? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അല്ല 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് ഓപ്ഷൻസ് ആണെന്ന് നിങ്ങൾ ആക്ഷൻ കാണിച്ചു. സാർ ഐ ഓൾറെഡി ഫ്രം സ്കൂൾ ടുഡേ. സാർ ഇവിടെ ചെയ്യണം, സ്കൂളിൽ ചെയ്തത് നമ്മൾ കണക്കി കൂട്ടൂല. യു ഹാവ് ടു ഡു ഇറ്റ് ഹിയർ. എക്സാമ്പിൾ 2ന്റെ ആൻസർ 676 ആണ് ട്ടാ, 676. യെസ്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കണ എന്താണ്, ആൻസർ എഴുതിക്കോട്ടെ, സാറിന്റെ ഒപ്പം ചെയ്തോ. 125 സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് 15625. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് 126 സ്ക്വയർ. അതായത് 125ന്റെ നെക്സ്റ്റ് തൊട്ട് നെക്സ്റ്റ് 126 സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം 126 സ്ക്വയർ എന്ന് പറയുന്നത് എന്താടാ 125 സ്ക്വയർ പ്ലസ് ഏത് ഓഡ് നമ്പർ ആണെന്ന് ആര് പറഞ്ഞു തരും സാറേ? 125 സ്ക്വയർ പ്ലസ് പ്രിയ അല്ല പ്രയാസ് എന്നാണ് പേര് മോനെ. ഹൗ ഡു യു പ്രൊനൗൺസ് യുവർ നെയിം? പ്രയസ് പറഞ്ഞോ. 125 സ്ക്വയറിന്റെ കൂടെ ഏത് ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് 126 സ്ക്വയർ കിട്ടുക? 126 ഓഡ് നമ്പർ. നേരത്തെ ഇവിടെ ഒരാൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്നത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയുന്നുണ്ട്. അത് റോങ് ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 6 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 6ന്റെ സ്ക്വയർ എന്ന് ആലോചിച്ച് നോക്കിയേ, 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 6 വന്നാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ് ട്ടാ. അപ്പോ 125 സ്ക്വയർ പ്ലസ് 126 ഓഡ് നമ്പർ. 126 ഓഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ആര് പറഞ്ഞു തരും? അതുല്യ പറഞ്ഞോ. 126 ഓഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, 2n minus 1. വെരി ഗുഡ്. എന്നിന് എന്ത് വാല്യൂ കൊടുക്കും? 126 minus 1. 2 into 126 ചെയ്ത് നോക്കിയേ. 126 into 2 12 4 5 252. 252 minus 1 എന്ത് വരും? 251. അപ്പോ 125 സ്ക്വയർ എന്ന് പറയുന്നത് 15625 പ്ലസ് 126 ഓഡ് നമ്പർ ഏതാണ്? 251. നമ്മൾ ഇതിൽ ഏത് ഓപ്ഷൻ എടുക്കും? ദേ ഈ ഓപ്ഷൻ എടുക്കും. 15625 പ്ലസ് 251. ക്ലിയർ ആണോ? ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആറ് ചെയ്യുന്നതിന് മുമ്പ് താനെ ചെയ്തവരൊന്ന് റേസ് ഹാൻഡ് കൊടുത്തേ. വാവ്, ലോജിക്ക് എത്തിയില്ലേ? ഈസിയർ അല്ലേ? ഈ മെത്തേഡ് ഈസിയർ അല്ലേ? സെറ്റ് അല്ലേ? ഐഡിയ മനസ്സിലായല്ല? യെസ്. ഓക്കെ, അപ്പോ നമ്മൾ ഒരു ബ്രേക്ക് വേണ്ടല്ലേ സാറേ? ബ്രേക്ക് നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിട്ടിരിക്കുകയാണ്. എന്തിനാണ് ബ്രേക്ക്? പവർഫുൾ പീപ്പിളിന് എന്തിനാണ് പവർഫുൾ ബ്രേക്ക്? പവർലെസ് ബ്രേക്ക് വേണ്ടല്ല. ബ്രേക്ക് വേണം എന്നുള്ളവർ ഇങ്ങനെ കാണിക്കുക, ബ്രേക്ക് വേണം. ഓക്കെ, എന്നാ ബ്രേക്കിന് പോയി വരുമ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ സാർ ഒരു ആക്ടിവിറ്റി എടുത്തായിരുന്നു. ഓർമ്മയുണ്ടോ ആക്ടിവിറ്റി എന്താണെന്ന്? സർപ്രൈസ് ഐറ്റം ആക്ടിവിറ്റി ഓർമ്മയുണ്ടാ? ഇവിടെ നിർത്തിയിട്ടില്ലല്ലേ? ഓക്കെ, എന്നാ ബ്രേക്കിന് പോയി തിരിച്ചു വരുമ്പോ യു ഹാവ് ടു ബ്രിങ് വൺ ഐറ്റം. ഓക്കെ, വൺ സ്മോൾ ക്യൂട്ട് ഐറ്റം. എന്നിട്ട് നിങ്ങൾ ഇത് സ്ക്രീനിൽ കാണിക്കരുത്. യു ക്യാൻ ഓൺലി ഗിവ് ക്ലൂസ് ഓഫ് ദാറ്റ് ഐറ്റംസ്. ഓക്കെ,
and we will guess that item. Rest of everyone will guess that item. Okay? നിങ്ങൾ അടുക്കളയിൽ നിന്ന് കത്തി, കുന്തം, കൊടച്ചക്രം ഇതൊന്നും കൊണ്ടുവരരുത്. ക്യൂട്ടായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാ. Don't show it in the screen. We will guess. Okay? But you have to tell the 3 clues. You have to tell 3 clues. Ready ആണോ? Okay? അപ്പോൾ ബ്രേക്കിന് പോയി വേഗം വരാം. യെസ്, 10 minutes. ഓൺ ചെയ്തേ, വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം. എവിടെ വീഡിയോ ഓൺ ചെയ്തേ? വീഡിയോ ഓൺ ചെയ്യാത്തവരെല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. അതുല്യ, ഹാർവിൻ, മാത്യു, നെഹാൻ സാർ കോൾ മീ, പ്ലീസ് കോൾ മീ. എടാ ഗെയിം തുടങ്ങുമ്പോൾ എല്ലാവരും വിളിക്കുക. നിങ്ങൾ പേടിക്കണ്ട, ഈ ഗെയിം നമ്മൾ മാത്സ് ക്ലാസ്സിൽ എല്ലാ മാത്സ് ക്ലാസ്സിലും കളിക്കൂട്ടോ. അപ്പൊ ഇന്ന് കുറച്ച് പേരെ വിളിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മാത്സ് ക്ലാസ്സിൽ ബാക്കി എല്ലാവരേക്കും വിളിക്കാം. ഓക്കെ? അപ്പൊ എല്ലാ മാത്സ് ക്ലാസ്സിലും നിങ്ങൾ എന്തെങ്കിലും സർപ്രൈസ് ഐറ്റംസ് കരുതി വെച്ചേക്കാം. ഓക്കെ? യെസ്, എവ്ലിനെയൊക്കെ വിളിക്കാട്ടോ. അപ്പൊ മക്കളെ, അടുത്തൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ഗെയിമിലോട്ട് പോകട്ടോ. അടുത്തൊരു കോൺസെപ്റ്റ് പറഞ്ഞിട്ട് നമ്മൾ ഗെയിമിലോട്ട് പോകുന്നു. എല്ലാവരും ബോർഡിലോട്ട് ശ്രദ്ധിച്ചേ. അതിന് മുമ്പായിട്ട് സാർ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, ശ്രദ്ധിച്ചേട്ടെ എല്ലാവരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും റോൾ നമ്പർ കിട്ടിയിട്ടില്ലെങ്കിൽ, ഓക്കെ, റോൾ നമ്പർ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ വിളിച്ച നമ്പറിൽ, ഓക്കെ, അഡ്മിഷൻ എടുത്ത കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിക്കുക. അല്ലെങ്കിൽ ഷാഡോ ടീച്ചറിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഷാഡോ ടീച്ചറിൽ വിളിക്കുക, ചോദിക്കുക, മാം ഐ ഡിഡ്ന്റ് ഗെറ്റ് മൈ റോൾ നമ്പർ, ക്യാൻ യു പ്ലീസ് പ്രൊവൈഡ് മീ എ റോൾ നമ്പർ. ഓക്കെ, അത് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി പ്രൊവൈഡഡ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങളുടെ പേരിന് മുൻപ് എപ്പോഴും ക്ലാസ്സിൽ കയറുമ്പോൾ റോൾ നമ്പർ എഴുതിയിട്ടുണ്ടാവണം. അത് ചെയ്യാനായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പൻസ് എടുക്കുക. പാർട്ടിസിപ്പൻസിൽ നിങ്ങളുടെ നെയിമിന്റെ നേരെ റീനെയിം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റീനെയിം ചെയ്യുക. റീനെയിം ചെയ്യുമ്പോൾ ആദ്യം റോൾ നമ്പർ ആണ് എഴുതേണ്ടത്. റോൾ നമ്പർ ഇപ്പൊ ZA123 ആണെങ്കിൽ ആദ്യം റോൾ നമ്പർ, പിന്നെ ഫർഹാൻ എന്നാണെങ്കിൽ ഫർഹാൻ. ZA123 ഫർഹാൻ. ഇങ്ങനെ വേണം നിങ്ങളുടെ ഫോർമാറ്റ് എഴുതേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് റോൾ നമ്പർ എഴുതുക, പിന്നെ എന്ത് എഴുതണം? നിങ്ങളുടെ നെയിം. യെസ് സാർ, പ്ലീസ് കോൾ പീറ്റർ, ഹി ഈസ് ഇൻ മൈ ക്ലാസ്. പീറ്ററിനെ ആരന്വേഷിച്ചെന്ന് പറയണം? എയ്ഡൻ ബിജോയ് അന്വേഷിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേടാ. ലാസ്റ്റ് 10 സെക്കൻഡ്സ് ആണ് വീഡിയോ ഓൺ ചെയ്യാനുള്ള. ലാസ്റ്റ് 10 സെക്കൻഡ്സ്. ആദിഷ, തിഥി, ഫഹദ്, കാർത്തി വീഡിയോ ഓൺ ചെയ്യാട്ടെ എല്ലാവരും. യെസ്, ശ്രദ്ധിച്ചോട്ടെ മക്കളെ, ശ്രദ്ധിച്ചോ. സാർ ഒരു നമ്പർ എഴുതണേണ് 25. ഈസ് ദിസ് നമ്പർ എ പെർഫെക്റ്റ് സ്ക്വയർ ഓർ നോട്ട്? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ? അതെ, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ഓഡ് നമ്പർ ഒന്ന് കാണിച്ചേ. ഫസ്റ്റ് ഓഡ് നമ്പർ എത്രയാണ്? ആക്ഷൻ കാണിച്ചേ. ഫസ്റ്റ് ഓഡ് നമ്പർ എത്രയാണ്? 1. അപ്പൊ ഞാൻ 25ൽ നിന്ന് ഞാൻ ഫസ്റ്റ് ഓഡ് നമ്പർ മൈനസ് ചെയ്തപ്പോൾ 24 കിട്ടി. ഇത് സംശയമില്ലല്ല. ഓക്കെ, 24ൽ നിന്നും സാറ് സെക്കൻഡ് ഓഡ് നമ്പർ മൈനസ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? സെക്കൻഡ് ഓഡ് നമ്പർ 3 അല്ലേ? അപ്പൊ 24 - 3 എന്ത് വരും? 21. 21ൽ നിന്ന് സാറ് തേർഡ് ഓഡ് നമ്പർ മൈനസ് ചെയ്തു. ആൻസർ എത്ര വരും ഇവിടെ? 16. ഓക്കെ, ഇനി 16ൽ നിന്നും നെക്സ്റ്റ് ഓഡ് നമ്പർ 7 മൈനസ് ചെയ്യുമ്പോൾ 9. ശ്രദ്ധിച്ചോട്ടെ മക്കളെ, 9ൽ നിന്നും നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാടാ? 7 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഓഡ് നമ്പർ 9. ആൻസർ എന്ത് വന്നു? 0. മക്കളെ, പെർഫെക്റ്റ് സ്ക്വയേഴ്സിൽ നിന്നും കൺസിക്യൂട്ടീവ് ആയിട്ട് ഓഡ് നമ്പർ മൈനസ് ചെയ്യണമെങ്കിൽ, പെർഫെക്റ്റ് സ്ക്വയറിൽ നിന്നും കൺസിക്യൂട്ടീവ് ആയിട്ട് ഓഡ് നമ്പർ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വരും? 9 - 1, 9 - 9. ആൻസർ എന്ത് വരും? 0 വരും. നിങ്ങൾ ഏത് പെർഫെക്റ്റ് സ്ക്വയർ എടുത്തോ, സാറ് വേണമെങ്കിൽ 16 എടുത്ത് കാണിച്ചു തരാം. 16 മൈനസ് ഫസ്റ്റ് ഓഡ് നമ്പർ 16 - 1 15. പിന്നെ 15 - 3 12. 12 - 5 7. 7 മൈനസ് നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാണ്? 7. കണ്ട 0 വരും. അപ്പോ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും പറയാം, ഒരു നമ്പറിൽ നിന്നും കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് മൈനസ് ചെയ്യുമ്പോൾ 0 വരെയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ക്ലിയർ ആണ്? ക്ലിയർ ആണ്? ഒരു നമ്പറിൽ നിന്നും കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരെയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി സാറ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പർ എടുത്ത് കാണിച്ചു തരാം. സാറ് എഴുതണേണ് 27. 27 പെർഫെക്റ്റ് സ്ക്വയർ അല്ല നമുക്കറിയാം. വിൽ ചെക്ക്. First I'll subtract 1 from 27. First odd number. 27 - 1 എന്ത് വരും?
26. 26 മൈനസ് നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതാ 3. 23. 23 മൈനസ് നെക്സ്റ്റ് ഓഡ് നമ്പർ 5. ആൻസർ എന്ത് വരും? 18. 18 മൈനസ് 7. ആൻസർ എന്ത് വരും? 11. 11 മൈനസ് 9. ആൻസർ എന്ത് വരും? 2. 2 മൈനസ് 11. ആൻസർ എന്ത് വരും? 11 മൈനസ് 2 9 ആണ്. 2 മൈനസ് 11 എന്ത് വരും? -9. 0 വരുമോ? 0 വരുമോ? വരില്ല. അപ്പൊ 27 എന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഐഡിയ മനസ്സിലായെങ്കിൽ ടാറ്റ കാണിച്ച്. ഐഡിയ മനസ്സിലായ? അപ്പോ ഒരു നമ്പറിൽ നിന്നും കൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് മൈനസ് കൺസിക്യൂട്ടീവ് ആയിട്ട് മൈനസ് ചെയ്യുമ്പോൾ ആൻസർ 0 വന്നാൽ ദാറ്റ് നമ്പർ വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ. If 0 is not coming, then this number will not be a perfect square. Clear ആണോ? ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ക്ലിയർ ആണ്? അപ്പൊ മക്കളെ ഒരു നോട്ട് പോലെ ഇതൊന്ന് എഴുതി സാർ, സ്ലൈഡ് ഒന്ന് കാണിച്ചോ. അത് തന്നെ. യെസ്, കാണിച്ചോ. യെസ്, a natural number is not perfect square. A natural number is not perfect square if it cannot be expressed as a sum of successive odd natural number starting from 1. A natural number is not a perfect square if it cannot be expressed as a sum of successive odd numbers starting from 1. എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, എക്സാമ്പിൾ 3. ഇവിടെ അടിയിലായിട്ട് എഴുതാം 25 is a perfect square. 25 is a perfect square. അടുത്തത് 16 is a perfect square. ഇവിടെ 27 is not a perfect square. (27) is not a perfect square. Why 27 is not a perfect square? കോൺസിക്യൂട്ടീവ് ആയിട്ട് ഞാൻ ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടിയില്ല. ക്ലിയർ ആണ്? ഇവിടെ എനിക്ക് 0 കിട്ടി. ദാറ്റ്സ് വൈ these two numbers are perfect square. Or every number when subtracted from odd numbers, അല്ലെങ്കിൽ every number when odd numbers are subtracted from these numbers, if you get final answer 0, then that number will be a perfect square. Clear ആണോ? ക്ലിയർ ആണെങ്കിൽ ഡാറ്റ കാണിക്കാം. യെസ്, അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം. അടുത്ത സ്ലൈഡ് കുഴപ്പമില്ല. യെസ് യെസ്, വേഗം എഴുതാട്ടാ. സാർ എന്നിട്ട് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹോംവർക്ക് ചെയ്യോ? ഹോംവർക്ക് എന്നാ ചെയ്യോ? ചെയ്യൂലേ? അന്നാ മേരി ചെയ്യൂലെന്നാ? നേരിട്ട് കണ്ട അന്നാ മേരീന തരാട്ടാ. ഹോംവർക്ക് ചെയ്യുമെന്ന് വെച്ചപ്പോ ചെയ്യൂലെന്നാ. അതാ അന്നാ മേരി എന്നെ ഗെയിമിന് വിളിക്കൂല. സങ്കടമൊക്കെ ഉണ്ട് ട്ടോ. ഇങ്ങനെയൊക്കെ പറയാമോ? അശ്വിന എന്നാണ് പേര്. അശ്വിന എഴുതി കഴിഞ്ഞ? അശ്വിന എസ് ആർ ഒന്ന് ലോവർ ചെയ്തേ. എഴുതി കഴിഞ്ഞവരൊന്ന് റേസ് ഹാൻഡ് കൊടുത്തേ. എഴുതി കഴിഞ്ഞവരൊന്ന് റേസ് ഹാൻഡ് കൊടുത്തേ. എഴുതി കഴിഞ്ഞവരൊന്ന് റേസ് ഹാൻഡ് കൊടുത്തേ. വാവ്, ഒരു ഭയങ്കര സ്പീഡാണല്ലോ സാറേ. വന്ദേ ഭാരതിനേക്കാളും വിടുന്ന സ്പീഡാണ്. പക്ഷെ റൊണാൾഡോന്റെ അത്രയും സ്പീഡില്ല. കാരണം റൊണാൾഡോ ഗോൾ പോസ്റ്റിന്റെ അവിടെ ഇരിക്കണേ, സ്പീഡ് ഉണ്ടാവില്ല. യെസ്, റെഡിയാണോ? മായിച്ചോട്ടെ സാറ്? മായിക്കാമെങ്കിൽ ഡാറ്റ കാണിച്ചേ. ഓക്കെ, അപ്പം സാർ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ്. check whether 144 is a perfect square. Check whether 144 is a perfect square. How about 156? How about 156? Check whether 144 is a perfect square. How about
156. അതായത് 144ഉം 156ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദ്യം. ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ട. എന്ത് ചെയ്താൽ മതി? 144ൽ നിന്നും എന്ത് കുറച്ചാൽ മതി? കൺസിക്യൂട്ടീവ് ആയിട്ട് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. 0 വരെയാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ മക്കള് ഈ എക്സാമ്പിൾസ് എഴുതിയില്ലേ, അതിന്റെ സൈഡിലായിട്ട് ഒന്ന് നോട്ട് എഴുതിയേ. എക്സാമ്പിൾ എഴുതിയതിന്റെ സൈഡിലായിട്ട് ഒന്ന് നോട്ട് എഴുതിയേ. ദിസ് ഐഡിയ can be used to find whether a number is perfect square or not. This idea can be used to find whether a number is perfect square or not. ബ്രാക്കറ്റിൽ എഴുതിക്കോ, only for small numbers. only for small numbers. ചെറിയ നമ്പേഴ്സിനെ പറ്റുള്ളൂ അല്ലെ. വലിയ നമ്പേഴ്സ് ആണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ് അല്ലെ. ഇപ്പൊ 1596 ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം -1 ചെയ്ത് -3 ചെയ്ത് -5 ചെയ്ത് ഇങ്ങനെ കുറെ ചെയ്യുമ്പോൾ കുറെ ടൈം പോകും. അപ്പൊ വലിയ നമ്പേഴ്സിന് ചെയ്യാൻ വേറൊരു മെത്തേഡ് ഉണ്ട്, സാറ് കാണിച്ചു തരാം. സ്മോൾ നമ്പേഴ്സിന് നമുക്ക് എന്ത് വെച്ചിട്ട് ഉപയോഗിക്കാം? ഈ ഒരു ഐഡിയ വെച്ചിട്ട് കൺസിക്യൂട്ടീവ് ആയിട്ട് ഓഡ് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ദിസ് ഐഡിയ ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് വെദർ എ നമ്പർ ഇസ് പെർഫെക്റ്റ് സ്ക്വയർ ഓർ നോട്ട്. ഓക്കെ, യൂസ് ഓൺലി ഫോർ സ്മോൾ നമ്പേഴ്സ്. ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആർ ഒന്നുകൂടി ബോർഡിൽ എഴുതാം. ചെക്ക് വെദർ 144 is a പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഷോർട്ട് ഫോം ആണ് സാർ എഴുതിയിരിക്കണേ, നിങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എഴുതാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാട്ടാ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് നമുക്ക് വലിയ നമ്പേഴ്സിനാണ് കൂടുതൽ യൂസ് ചെയ്യുക, ചെറിയ നമ്പേഴ്സ് നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, യു ക്യാൻ യൂസ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്സ്. ചെക്ക് വെദർ 144 is a perfect square or not. How about 156? അപ്പൊ നിങ്ങൾ കൺസിക്യൂട്ടീവ് ആയിട്ട് മൈനസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് 144ൽ നിന്നും സാറ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചാൽ 144 - 1 ആൻസർ എന്ത് വരും? 143. 143 - 3 ആൻസർ 140. 140 - 5 ആൻസർ 135. ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഫൈനൽ ആൻസർ 0 വരെയാണെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 0 വന്നില്ലെങ്കിലാ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. സെറ്റാണ് ഈ ടാറ്റ കാണിച്ചേ. ഓക്കെ അല്ലേ? ലോങ് ഡിവിഷൻ മെത്തേഡ് പഴയ സിലബസിലാണ്. ലോങ് ഡിവിഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ഇത് ക്ലിയർ ആണ്? അപ്പൊ സാറേ ഇനി ഗെയിമിന് വിളിച്ചില്ലെങ്കിൽ ഇവരെന്നെ ഇടിക്കും. വയലന്റ് ആയി തുടങ്ങി. ഓക്കെ, വിളിച്ചോ സാറേ. ജോഹാൻ ഡാർലിംഗ്, ഷൂട്ട് ദ ക്ലൂസ്. ജോഹാനെ ഷൂട്ട് ദ ക്ലൂസ് വരട്ടെ. ജോഹാനെ ഗെയിമിനൊക്കെ വിളിച്ചിട്ട് സൗണ്ട് ഇല്ലെന്നാ. ഹെഡ്സെറ്റ് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് എന്നിട്ട് അൺമ്യൂട്ട് ചെയ്. ഓക്കെ, ജോഹാന്റെ ഐറ്റം എന്താണെന്നുള്ള ക്ലൂ ജോഹാൻ പറയൂട്ടാ. വേറെ ആൾ വിളിച്ചോ സാറേ? എവ്ലിൻ തെരേസ്. എവ്ലിൻ, ഷൂട്ട് ദ ക്ലൂസ്. കൊറേ കളേഴ്സ് ഉണ്ട് സാർ. ഐറ്റം എനിക്ക് എന്താണെന്ന് തോന്നുന്നു. പിന്നെ വെരി ബിഗ്. ഓക്കെ, ഈസ് ഇറ്റ് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ്? കൈൻഡ് ഓഫ്. ഓക്കെ, റൂബിക്സ് ക്യൂബ് ആണോ? ഓ മാൻ, ഫസ്റ്റ് തന്നെ. എടാ ക്ലൂസ് ഇതാണ്, കുറെ കളേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് റിലേറ്റഡ് ടു മാത്തമാറ്റിക്സ്. Then it is a very big item. Is it a toy? അല്ല. എടാ it is study related. Abacus? No, sir. കുറച്ചും കൂടി സോഷ്യൽ സ്റ്റഡീസിലാ.
ഗ്ലോബ് ആണോ? എന്റെ അമ്മോ, നമുക്ക് എവ്ലിന്റെ ഗ്ലോബ് നോക്കട്ടെ, ഒന്നുകൂടി കാണിച്ചേ. അപ്പൊ എവ്ലിൻ കൊണ്ടുവന്ന ഐറ്റം ഗ്ലോബ് ആയിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്, വെരി ഗുഡ്. നല്ല ക്ലൂസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, ഒരാളോട് വിളിക്കോ സാറേ. ഉഷാറായിട്ട് ടാറ്റ കാണിക്കണവർ വിളിക്കുള്ളൂ കേട്ടോ. എല്ലാരും ഓ ഗെയിം എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഡാറ്റ ഉണ്ടാ കള്ള പിടുവുകൾ. ഓക്കെ, ഭയങ്കര ഡാറ്റ കാണിക്കല്. ഓക്കെ എടാ, എല്ലാവരെയും കൂടി വിളിക്കാൻ പറ്റൂല, എന്നാലും നിങ്ങൾ പേടിക്കേണ്ട, വരുന്ന മാത്സ് ക്ലാസ്സുകളിൽ ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എവറി ടൈം വെൻ യു കം ഫോർ മാത്സ് ക്ലാസ് ഓൾവേസ് ബ്രിങ് എ സർപ്രൈസ് ഐറ്റം. ഓക്കെ, യെസ്. Rishikesh is putting much more effort. That's why we are calling Rishikesh. Yes. Rishikesh പറഞ്ഞോ. ഋഷികേഷ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞോ. ഹലോ പറഞ്ഞേ. ഓക്കെ, ക്ലൂ ഷൂട്ട് ചെയ്തോ. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഡംബൽ ആണോ? മറ്റേ സാധനമാണ്, ഇങ്ങനെ പ്രസ് ചെയ്യണ സാധനമാണ്. ഓടിക്കാൻ പറ്റും. സൈക്കിൾ എവിടെ കാണിച്ച? സൈക്കിളാ, കയ്യിൽ കൊണ്ടുവരാവുന്ന സൈക്കിളാ. ഓക്കെ, നീ ഈ സൈക്കിളാണോ ചവിട്ടാറ്? ഈ സൈക്കിൾ കറങ്ങോ? ടയർ കറങ്ങോ? അമ്പോ, ഷോക്ക് അബ്സോർബർ മിനിയേച്ചർ മോഡൽ. എടാ, നമ്മുടെ ഋഷികേശ് കൊണ്ടുവന്നേക്കണത് സൈക്കിളിന്റെ ഒരു മിനിയേച്ചർ മോഡലാണ് കേട്ടാ. ഓക്കെ, ഒരു റെഡ് സൈക്കിളാണ് മാൻ. ഫ്രണ്ടില് അപ്സൈഡ് ഡൗൺ ഷോക്ക് അബ്സോർബർ ഉണ്ട്. ഓക്കെ, ഷിമാനോ ഗിയർ സിസ്റ്റം ഉണ്ട്. കൊള്ളാം. സൈക്കിൾ ഹൈബ്രിഡ് സൈക്കിളാണ്. ടയേഴ്സ് ഭയങ്കര തിന്നാണ്. അല്ല, പെഡലൊക്കെ കറങ്ങും. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പം അടുത്തൊരു ഹോംവർക്ക് സാറ് തരെയാണ്, ശ്രദ്ധിച്ചേ. അടുത്തൊരു ഹോംവർക്ക് സാറ് തരെയാണ്. ഓക്കെ സാറേ, ആ സ്ലൈഡ് കാണിച്ചു. ഇത് തന്നെ. യെസ് മകളെ, നോക്കിയേ. ഇത് നിങ്ങൾ ടെക്സ്റ്റിലുള്ള ഒരു ഫിഗർ ആണ്. അതായത് 1 to 100ന്റെ ഉള്ളിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, 1 to 100ന്റെ ഉള്ളിൽ 1, 4, 9, 16, 25, 36, 49, 64, 81. അപ്പൊ 1ന്റെയും 100ന്റെയും ഇടയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട്? 1ഉം 100ഉം കൂട്ടരുത് കേട്ടോ. 1ഉം 100ഉം കൂട്ടാതെ എത്ര വരും? 1, 2, 3, 4, 5, 6, 7, 8. 100 കൂട്ടിക്കോ. 8, 9, 10 ഇൻക്ലൂഡിങ് 1 and 100. എത്ര വരും ഇവിടെ? ഇൻക്ലൂഡിങ് 1 and 100 10 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? 10, 1 to 200. 10, 1 to 200ന്റെ ഇടയിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ അത് ഏതൊക്കെയാണ്? ഇപ്പൊ 100 ഇവിടെ വന്നു, പിന്നെ 121 വരും, 144 വരും, 169 വരും, 196 വരും, 225 വരും. ഇതൊന്നും വരില്ല. 196 വരും. 100ന്റെയും 101ന്റെയും 200ന്റെ ഇടയിൽ 1, 2, 3, 4 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതേപോലെ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യുമെങ്കിൽ ഡാറ്റ കാണിച്ചേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ഇതാണ് കേട്ടോ. പേജ് നമ്പർ സാർ ഓർക്കുന്നില്ല. സാറ് ടെക്സ്റ്റ് ഉണ്ടാ? യെസ്, പേജ് നമ്പർ ഒന്ന് മേലോട്ട് പോയി. പേജ് നമ്പർ മേലോട്ട് പോട്ടെ. പേജ് നമ്പർ യെസ്, പേജ് നമ്പർ പോട്ടെ. പേജ് നമ്പർ എത്രയാണ് സാർ? ഇത് പേജ് നമ്പർ 7ല ഈ ഒരു ഫിഗർ കിടക്കുന്നുണ്ട്. ആ ഫിഗർ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. 201 to 300, 201 to 300, 201 to 300, 225, 256, 289. എത്ര എണ്ണം വരും? 3 വരും. 3. ഓക്കെ, ഇതില് 9012 to 1000 നിങ്ങൾ ഓർത്തേക്ക. 9012 to 1000 എന്തോരുണ്ട് നോക്കിയേ. 9012 to 1000 ഒരെണ്ണം മാത്രം കാണുന്നുള്ളൂ. പക്ഷെ ഒരെണ്ണം അല്ല, എത്ര എണ്ണം ഉണ്ടടാ? 2 എണ്ണം വരും. 2 എണ്ണം വരും. കാരണം 31 സ്ക്വയർ എന്ന് പറയുന്നത് 961 ആണ്. ഇതും 9012 to 1000 വരും. ക്ലിയർ ആണോ? അപ്പോ 30 സ്ക്വയർ 900 ആൻഡ് 31 സ്ക്വയറും വരും. അപ്പോൾ ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ടാവും. ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യും. ഡാറ്റ കാണിച്ചേ. ഫില്ല് ചെയ്യൂലേ? യെസ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഡാറ്റ കാണിക്കാം. യെസ്.
ഓക്കെ, സെറ്റ് ആണ് ഈ ഡാറ്റ കാണിച്ച സെറ്റ് ആണോ? ഓക്കെ, യെസ്. അപ്പൊ അതെ അടുത്തൊരു കൺസെപ്റ്റിലോട്ട് പോണേണ്ട. അപ്പൊ മക്കൾ ഇത് ടെക്സ്റ്റിൽ ഫില്ല് ചെയ്താൽ മതി, നോട്ട്ബുക്കിലോട്ട് എഴുതി എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓരോ നമ്പേഴ്സിന്റെയും ഇടയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളത് ടെക്സ്റ്റ് നോക്കി നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഇത്രയും ചെയ്താൽ മതി. എടുപ്പതേ 1 to 100ന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം. 1, 4, 9, 16, 25, 36, 49, 64, 81, 100. എത്ര നമ്പേഴ്സ് ഉണ്ട്? 10 നമ്പേഴ്സ്. അപ്പൊ ഇവിടെ 10. ഇനി 101 to 200 എത്ര ഉണ്ട്? 101ന്റെയും 200ന്റെയും ബിറ്റ്വീൻ ഏതൊക്കെ നമ്പേഴ്സ് വരും? 121, 144, 169, 196. എത്ര ഉണ്ട്? 4 എണ്ണം. അപ്പൊ ഇവിടെ നിങ്ങൾ 4 എഴുതാം. 201 to 300 ല 201 എന്ന് പറയുമ്പോൾ 225 വരും, 256 വരും, 289 വരും, 384 വരും, പറ്റില്ല. അപ്പൊ ഇവിടെ 3 വരും. 301 to 400 ല 324, 361, 400. അപ്പൊ ഇവിടെ 3 വരും. 401 to 500 ല 441, 484 വരും. ഇവിടെ 2 വരും. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്യാനാണ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ടെക്സ്റ്റ് ഇല്ലാത്തവര് ഇതൊന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, യെസ്. ആ, സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് വേണമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ. സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, സാറ് സൈഡായി തരാം. ഓക്കെ, വേണമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ. യെസ്, ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസപ്പ് കാണിച്ചേടാ. യെസ്. അപ്പൊ മക്കളെ സ്ലൈഡ് മാറ്റിക്കോ സാറേ. അടുത്തത് ഇപ്പൊ നമ്മൾ 1ന്റെയും 100ന്റെ ഇടയിലുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ നമ്പർ കണ്ടുപിടിച്ചു. ഇനി സാറ് പറയാൻ പോണ്, ശ്രദ്ധിച്ചിരുന്ന എല്ലാവരും, ആരും എഴുതണ്ട, ശ്രദ്ധിച്ചിരുന്നോ കേട്ടാ, ആരും എഴുതണ്ട, ശ്രദ്ധിച്ചിരുന്നോ. ഓക്കെ, 1 സ്ക്വയറിന്റെയും 2 സ്ക്വയറിന്റെയും ഇടയിലുള്ള 1 സ്ക്വയർ ടു 2 സ്ക്വയർ, 1 സ്ക്വയറും 2 സ്ക്വയറും അടുത്തടുത്തതല്ലേ, അടുത്തടുത്തുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്നതാണ് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയും. 2 കൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 സ്ക്വയർ എത്രയാണ്? ആക്ഷൻ കാണിച്ചേ. 1 സ്ക്വയർ എത്രയാണ്? 1. 2 സ്ക്വയർ എത്രയാണ്? 4. 1ന്റെയും 4ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാ? 2, 3. ഇത് മാത്രമേ ഉള്ളൂ, 2 നമ്പേഴ്സ്. ക്ലിയർ ആണോ? അടുത്ത കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുത്തേ. 2 സ്ക്വയറും 3 സ്ക്വയറും. 2 സ്ക്വയർ എത്രയാണ്? 4. 3 സ്ക്വയർ എത്രയാണ്? 9. ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ബിറ്റ്വീൻ 4ഉം 9ഉം ഇൻക്ലൂഡ് ചെയ്യണ്ട. 4ഉം 9ഉം ഇൻക്ലൂഡ് ചെയ്യാതെ ഏതൊക്കെ വരും? 5, 6, 7, 8. എത്ര വരും? 8 നമ്പേഴ്സ്. ഓക്കെ, ആരും എഴുതണ്ട, ശ്രദ്ധിച്ചിരിക്കുക. 8 നമ്പേഴ്സ്. ഇനി 3 സ്ക്വയറിന്റെയും 4 സ്ക്വയറിന്റെ ഇടയിൽ, 3 സ്ക്വയറിന്റെയും 4 സ്ക്വയറിന്റെ ഇടയിൽ എത്ര വരും? ഇവിടെ 3 സ്ക്വയർ നമുക്കറിയാം 9, 4 സ്ക്വയർ 16. 9ന്റെയും 16ന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 10, 11, 12, 13, 14, 15. How many numbers are there? 6 numbers. Do you see any pattern in this? നോക്കേ, ഇവിടെ 1 വന്നപ്പോൾ 1ന്റെ ട്വൈസ് അല്ല ഇവിടെ വന്നേക്കണേ. ക്ലിയർ അല്ല? ഇവിടെ 8 അല്ല കേട്ടോ, സോറി, 4 നമ്പേഴ്സ്. ഇവിടെ 2 വന്നപ്പോൾ 2ന്റെ ട്വൈസ് അല്ല വന്നേക്കണേ. 3 വന്നപ്പോൾ 3യുടെ ട്വൈസ് 6 അല്ലേ? സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഇടയിൽ ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ? ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോണേ. അപ്പൊ സാറ് 1 സ്ക്വയറും 2 സ്ക്വയറും എടുത്ത്. 1 സ്ക്വയർ എത്രയാണ്? 1. 2 സ്ക്വയർ എത്രയാണ്? 4. ബിറ്റ്വീൻ 1 and 4 ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ? ബിറ്റ്വീൻ ആയതുകൊണ്ട് യു ഡോണ്ട് ഇൻക്ലൂഡ് 1 and 4, ഓൺലി നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ 1 and 4. ഏതൊക്കെയാണ്? 2ഉം 3ഉം. ഹൗ മെനി ആർ ദെയർ? 2. ക്ലിയർ ആണോ? 2 square to 3 square, how many numbers are there in between 2 square and 3 square? 2 consecutive perfect squares, 2 square and 3 square. How many are there? 2 square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 3 square എന്ന് പറഞ്ഞാൽ 9. In between 4 and 9, how many numbers are there? 5, 6, 7, 8, 9. 5, 6, 7, 8, 4 numbers.
3 സ്ക്വയറും 4 സ്ക്വയർ ആണെങ്കിലാ 3 സ്ക്വയറും 4 സ്ക്വയറിന്റെ ഇടയിൽ 6 നമ്പേഴ്സ്. നിങ്ങൾ പാറ്റേൺ മനസ്സിലാക്കിയേ. 1ന്റെ ട്വൈസ് ആണ് 2, 2ന്റെ ട്വൈസ് ആണ് 4, 3ന്റെ ട്വൈസ് ആണ് 6. അങ്ങനെയാണെങ്കിൽ 4 സ്ക്വയർ ടു 5 സ്ക്വയർ നിങ്ങൾ പറയണം എത്ര നമ്പേഴ്സ് ഉണ്ടാവും? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 4ന്റെ ട്വൈസ് 8 നമ്പേഴ്സ് വിൽ ബി ദർ. ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ 100 സ്ക്വയറിന്റെയും 101 സ്ക്വയറിന്റെ ഇടയിൽ ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ? 100 സ്ക്വയറിന്റെയും 101 സ്ക്വയറിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 100ന്റെ ട്വൈസ് എത്രയാണ്? 200 നമ്പേഴ്സ് വിൽ ബി ദർ. ഓക്കെ, അതായത് n സ്ക്വയറിന്റെയും n+1 സ്ക്വയറിന്റെയും ഇടയിൽ ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ? n-ന്റെ ട്വൈസ്. n-ന്റെ ട്വൈസ്. ക്ലിയർ ആണ്? ഫൈനൽ നമ്പർ വിൽ ഓൾവേസ് ബി ഈവൻ നമ്പേഴ്സ്. കൗണ്ട് വിൽ ബി ഓൾവേസ് ബി ഈവൻ നമ്പേഴ്സ്. ക്ലിയർ ആണ്? ക്ലിയർ ആണെങ്കിൽ ഡാറ്റ കാണിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോട്ട് എഴുതിയാൽ മതി. സാർ ഇവിടെ സൈഡിൽ എഴുതി കാണിച്ചു തരാം. Count of numbers between എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. ഓക്കെ, count of numbers between two consecutive perfect squares. കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിയർ ബൈ നിയർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. 1ന്റെ അടുത്ത കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയർ 2, 2 ആണെങ്കിൽ 3, 100 ആണെങ്കിൽ 101. അപ്പൊ 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഇടയിലുള്ള നമ്പേഴ്സിന്റെ കൗണ്ട് ആണ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇത് നോട്ട് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടാ. എന്നിട്ട് ആ ഡെയിലി ഫോർമുല എഴുതി വെച്ചു. n സ്ക്വയർ ആൻഡ് n+1 the whole square എന്ന് പറയുന്നത് 2n. എക്സാമ്പിൾ ആയിട്ട് ഇതിന്റെ അടിയിൽ ഇതായിട്ട് എഴുതാം. ബിറ്റ്വീൻ 1 സ്ക്വയർ ആൻഡ് 2 സ്ക്വയർ there is 2 numbers. Between 2 square and 3 square there are 4 numbers. 2ന്റെ twice. ഓക്കെ, വേണമെങ്കിൽ ഇതിന്റെ അടിയിലായിട്ട് എഴുതിക്കോ twice of smallest number. The count will be twice of smallest number. The count will be twice of smallest number. The count will be twice of smallest number. അപ്പൊ 100 101 ആണെങ്കിൽ ഇതിലെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 100 ആണ്. 100ന്റെ ട്വൈസ്. ക്ലിയർ ആണെങ്കിൽ ഡാറ്റ അടിക്കാം. സെറ്റ് ആണ്? ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ഐഡിയ വെച്ച് ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? എഴുതി കഴിഞ്ഞാ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? കൗണ്ട് ഓഫ് നമ്പേഴ്സ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എഴുതാ. ബിറ്റ്വീൻ 1 സ്ക്വയർ ആൻഡ് 2 സ്ക്വയർ 2 നമ്പേഴ്സ്, 2 സ്ക്വയർ ആൻഡ് 3 സ്ക്വയർ 4 നമ്പേഴ്സ്, 3 സ്ക്വയർ ആൻഡ് 4 സ്ക്വയർ 6 നമ്പേഴ്സ് ആർ ദർ, 100 സ്ക്വയർ ആൻഡ് 101 സ്ക്വയർ 200 നമ്പേഴ്സ് ആർ ദർ, n സ്ക്വയർ ആൻഡ് n+1 സ്ക്വയർ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 2n. സാർ വേറെ 2 എക്സാമ്പിൾ എഴുതണേണ്, ശ്രദ്ധിച്ചേ. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയണേണ്. സപ്പോസ് 50 സ്ക്വയർ ആൻഡ് 51 സ്ക്വയറിന്റെ ഇടയിൽ ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ? 50 and 51 are 2 consecutive numbers. അവരുടെ സ്ക്വയേഴ്സിന്റെ ഇടയിൽ ഹൗ മെനി നമ്പേഴ്സ് വിൽ ബി ദർ? ഇതിലെ സ്മോളർ ആരാണ്? 50. അവന്റെ ട്വൈസ് എത്രയാണ്? 100 നമ്പേഴ്സ് വിൽ ബി ദർ. ക്ലിയർ ആണ്? ദ കൗണ്ട് വിൽ ബി 100. ക്ലിയർ ആണ്? 20 and 21 സ്ക്വയർ ആണെങ്കിലോ? 20 സ്ക്വയർ ആൻഡ് 21 സ്ക്വയറിന്റെ ഇടയിലാണെങ്കിലോ? സ്മോളർ നമ്പർ 20 അല്ലേ? 20യുടെ ട്വൈസ് 40 നമ്പേഴ്സ്. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ഓക്കെ, ജസ്ലിൻ സെറ്റ് ആണോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ സാർ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു. യെസ്. പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 7. പേജ് അത് തന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻ നമ്പർ 7. പേജ് നമ്പർ 10
ക്വസ്റ്റ്യൻ നമ്പർ 7 നിങ്ങളുടെ ഗണിത പ്രകാശിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്? ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്? അതായത് 16 സ്ക്വയറിന്റെയും 17 സ്ക്വയറിന്റെയും ഇൻ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? 99ന്റെയും 100ന്റെയും സ്ക്വയേഴ്സ് ഇൻ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട്? മക്കളെ 16ഉം 17ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. 16ഉം 17ഉം കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. രണ്ട് കോൺസിക്യൂട്ടീവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഇടയിലുള്ള നമ്പേഴ്സിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? സ്മോളർ നമ്പറിന്റെ ട്വൈസ് എടുത്താൽ മതി. സ്മോളർ നമ്പറിന്റെ ട്വൈസ് എടുത്താൽ മതി അല്ലെ? അപ്പോ ഫസ്റ്റിന്റെ ആൻസർ ആര് പറഞ്ഞു തരും സാറിന്? ഫസ്റ്റിന്റെ ആൻസർ ആര് പറഞ്ഞു തരും? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്. ആൻസർ ആയിട്ട് എഴുതിക്കോട്ടാ. ആൻസർ ആയിട്ട് സാറിന്റെ ഒപ്പം എഴുതിക്കോ. ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ സ്ക്വയേഴ്സ് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആണ്. അപ്പൊ 16ന്റെ സ്ക്വയർ ആൻഡ് 17ന്റെ സ്ക്വയറിന്റെ ഇടയിൽ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ? ഇതിലെ സ്മോളർ ആരാടാ? സ്മോളർ ആരാണ്? 16. അവന്റെ ട്വൈസ്. 2 into 16 32. ഇതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ എന്താടാ? ഹൗ മെനി നമ്പേഴ്സ് ബിറ്റ്വീൻ 99 square and 100 square? Numbers between 99 square and 100. 33 അല്ല, 2 into 16 32 ആണ് ട്ടാ. 16 into 2 6 into 2 12. 2 into 1 2, 2 plus 1 3, 32. Okay, 99 and 100 സ്ക്വയറിന്റെ ഇടയിൽ 2 into സ്മോളസ്റ്റ് നമ്പർ ഏതാടാ? 99. അപ്പൊ 99 into 2 ചെയ്ത് നോക്കാം. 9 into 2 18. 9 into 2 18. 18 plus 1 198. 198 numbers will be there. 32 numbers will be there. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. സെറ്റ് ആണോ? എക്സാം സ്റ്റാർട്ട് ചെയ്യാട്ടോ. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ലാവിഷ് ആൻഡ് ലാവിഷ് ടൈം ഇസ് ദർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിക്കാം. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടി സാറ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഓക്കെ, മായിച്ചോട്ടെ സാറ്. Can I rub the board? Yes. Am I excused? Yes. Okay. Yes. അപ്പോൾ സാറെ സ്ലൈഡ് മാറ്റിക്കോ. അടുത്ത സ്ലൈഡ് ഒന്ന് കാണിച്ചോ. യെസ് മക്കളെ, കാണിച്ചു. അത് തന്നെ നോക്കേ. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ ഡോട്ട്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ നമ്പേഴ്സിനെ ഡോട്ട്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നോക്കേ, ഇപ്പൊ അതെ 1 എന്ന് പറഞ്ഞ നമ്പറിനെ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു ഡോട്ട്. 2 എന്ന് പറഞ്ഞ നമ്പേഴ്സിനെ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. 2 ഡോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഇട്ട്. 3 എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യൂടാ? 2 ഡോട്ടിന്റെ കൂടെ മുകളിൽ ഒരു ഡോട്ട് ഇട്ട്. 4 എന്ന് പറഞ്ഞ നമ്പേഴ്സിനെ ഡോട്ട് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഇതേപോലെ റെപ്രസെന്റ് ചെയ്യും. 5നെ ആണെങ്കിൽ നോക്കിയേ, ഇതേപോലെ റെപ്രസെന്റ് ചെയ്യും. 6 7 8 9 ഇങ്ങനെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഡോട്ട്സ് ഇട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മക്കളെ, ഈ ഡോട്ട്സിൽ നിങ്ങൾക്ക് സ്ക്വയർ കാണാൻ പറ്റുന്ന ടാറ്റ കാണിച്ചേ. സ്ക്വയേഴ്സ് കാണാൻ പറ്റുന്ന ടാറ്റ കാണിച്ചേ. യെസ്. ഏതൊക്കെ നമ്പറിലാണ് സ്ക്വയർ കാണാൻ പറ്റും? നോക്കിയേ, 4ൽ കാണാൻ പറ്റുന്നുണ്ട്, 9ൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാണുന്ന ഏതിലാണ്? 16 ഡോട്ട്സ് വരുമ്പോഴാണ്. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഡോട്ട്സ് വെച്ച് കഴിയുമ്പോൾ സ്ക്വയർ പോലെ കിട്ടുന്നു. ഇവിടെ നോക്കിയേ, 9 ഡോട്ട്സ് വെച്ച് കഴിയുമ്പോൾ സ്ക്വയർ പോലെ കിട്ടുന്നു. ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? അല്ലേ? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? അപ്പോ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമ്പർ നമ്മൾ ഡോട്ട്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ടോ? ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിയേ, 3 ട്രയാങ്കിൾ ഷേപ്പിലല്ലേ? 3. 6 ട്രയാങ്കിൾ ഷേപ്പിലല്ലേ? 6. 10 ട്രയാങ്കിൾ ഷേപ്പിലല്ലേ? ആ നമ്പേഴ്സിനെ പറയുന്ന, അടുത്ത സ്ലൈഡ് കാണിച്ചു സാറേ. ആ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡോട്ടഡ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ട്രയാങ്കിൾ നമ്പേഴ്സ്. 1 3 6 10 15
ഇത് ക്ലിയർ ആണ്. ഈ ടാറ്റ കാണിച്ച് ക്ലിയർ ആണ്. ഓക്കെ, ഡോട്ടഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വരുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ വരുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തന്നെയാണ്, അതിനെ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നതിനെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയും. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ നമ്പേഴ്സിൽ ഒരു പ്രത്യേകത സാറ് കാണിക്കാൻ വേണ്ടി പോകണം. സാറേ അടുത്ത സ്ലൈഡ് കാണിച്ചോ. നോക്കിയേ, ട്രയാങ്കിൾ ഫസ്റ്റ് ട്രയാങ്കിൾ നമ്പർ 1 ആണ്, പ്ലസ് 3 രണ്ട് ട്രയാങ്കിൾ നമ്പേഴ്സ് ആണ്, അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ട്രയാങ്കിൾ നമ്പേഴ്സ് ആണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് വരും? ദേ ഈ 1 എടുത്ത് എനിക്ക് ഇവിടെ വെക്കുമ്പോൾ ഇതെന്താവും? ഒരു സ്ക്വയർ നമ്പർ ആയില്ലേ? ക്ലിയർ ആണോ? അതേപോലെ തന്നെ ദേ 3ഉം 6ഉം 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കിൾ നമ്പേഴ്സ് ആണ്. 3ഉം 6ഉം 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കിൾ നമ്പേഴ്സ് ആണ്. ദേ ഈ ട്രയാങ്കിൾ എടുത്ത് ഞാൻ ദേ ഇവിടെ തിരിച്ചു വെക്കുമ്പോൾ, ഇൻവേർട്ട് ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ നമ്പർ കിട്ടുന്നില്ലേ? ക്ലിയർ ആണ്. അതേപോലെ ദേ 6ഉം 10ഉം ഒരു ട്രയാങ്കിൾ നമ്പർ ആണ്. 6ഉം 10ഉം കോൺസിക്യൂട്ടീവ് ട്രയാങ്കിൾ നമ്പർ ആണ്. ഈ 6 എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നമ്പർ എടുത്തിട്ട് ഞാൻ ദേ ഇവിടെ ഇൻവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ദേ എനിക്കൊരു സ്ക്വയർ നമ്പർ കിട്ടിയില്ലേ? അതായത് സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ഓൾവേസ് ഗിവ്സ് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ക്ലിയർ ആണ്. സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, 2 കോൺസിക്യൂട്ടീവ് എന്ത് നമ്പേഴ്സ്? ട്രയാങ്കുലർ നമ്പേഴ്സ്, വേറെ നമ്പേഴ്സ് അല്ല. സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ഓൾവേസ് ഗിവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. സെറ്റ് ആണ്. ഈ ടാറ്റ കാണിച്ചേ, സെറ്റ് ആണ്. സാർ എന്താ പറഞ്ഞേ? നമ്പേഴ്സിനെ എനിക്ക് ഡോട്ടഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. സ്ക്വയർ ഷേപ്പിൽ വരുന്നതിനെ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയും, ട്രയാങ്കുലർ ഷേപ്പിനെ ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, ഈ ട്രയാങ്കിൾ നമ്പേഴ്സിലെ 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കിൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കിട്ടും. ക്ലിയർ ആണോ? 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കിൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കിൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ട്രയാങ്കിൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ നമ്പേഴ്സ് എക്സാമ്പിൾ എഴുതി വെച്ചോട്ടെ. ട്രയാങ്കിൾ നമ്പേഴ്സ് എക്സാമ്പിൾ 1, 3, 6, 10, 15 എക്സെട്ര. ഇതൊക്കെ ട്രയാങ്കിൾ നമ്പേഴ്സ് ആണ്. ക്ലിയർ ആണ്. അപ്പൊ മക്കൾ ഇത്രയും ചെയ്താൽ മതി. ഈ 3 സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ നോട്ടിലോട്ട് വരച്ചു വെച്ചാൽ മതി. വരയ്ക്കാനുള്ള സമയമില്ല ഇപ്പൊ. സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, എന്നിട്ട് നോട്ടിലോട്ട് വരച്ചാൽ മതി. ഓക്കെ, സാർ മാറി കാണിച്ചോ സാറേ. യെസ്, അതിന് മുന്നത്തെ കാണിച്ചോ സാറേ. ഫസ്റ്റ് ഫിഗർ. യെസ്, അതിന്റെ മുന്നത്തെ നാച്ചുറൽ നമ്പേഴ്സ് ആസ് കറസ്പോണ്ടിങ് ഡോട്ട് നമ്പർ ഓഫ് ഡോട്ട്സ്. സ്ക്രീൻഷോട്ട് എടുത്തോട്ടാ, സ്ക്രീൻഷോട്ട് എടുത്തോ. അടുത്ത കാണിച്ചോ സാർ. യെസ്, ട്രയാങ്കിൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത്. യെസ്, അടുത്ത കാണിച്ചോ. യെസ്, അടുത്തത് നമുക്ക് സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഓൾവേസ് ഗിവ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ട്രയാങ്കുലർ നമ്പേഴ്സ് ഓൾവേസ് ഗിവ് പെർഫെക്റ്റ് സ്ക്വയർ. സെറ്റ് ആണോ സാർ? ഒന്നും കൂടി കാണിച്ചോ. യെസ്, വൺസ് അഗെയിൻ ഫസ്റ്റ് സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുക്കുക. യെസ്, അടുത്ത സ്ലൈഡ് എടുത്തോ. യെസ്, അടുത്ത സ്ലൈഡ് എടുത്തോ. യെസ്, അപ്പൊ ഈ 3 ഫിഗറും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. എന്നാലും സാർ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സാറ് വൈൻഡ് അപ്പ് ചെയ്യണേണ്. അപ്പൊ ആദ്യമേ സാറ് പറയുന്നു, നെക്സ്റ്റ് ഇനി നാളെയും മറ്റന്നാളും ഒന്നും നിങ്ങൾക്ക് മൺഡേ ആണ് നെക്സ്റ്റ് ക്ലാസ് വരിക. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല. മൺഡേ നിങ്ങൾക്ക് സബ്ജക്ട് വരുന്നത് ഏതാടാ? ഫിസിക്സ് ആണ്. ഫിസിക്സിന്റെ എക്സാം എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക് ആണ്. ഫിസിക്സിന്റെ എക്സാം എന്ന് പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക് ആയിരിക്കും നിങ്ങൾക്ക് ഫിസിക്സിന് എക്സാം ഉണ്ടാവുക. ഓക്കെ, ഇനി ഇഫ് ദർ ഇസ് എനി അതർ ചേഞ്ച് ഇൻ ടൈം ടേബിൾ ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ് ഇൻ പാരന്റ് പോർട്ടൽ. ഓക്കെ, നിങ്ങളുടെ പാരന്റ് പോർട്ടലിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ടൈം ടേബിളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യും. ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ഓൾവേസ് ചെക്ക് യുവർ പാരന്റ് പോർട്ടൽ റെഗുലർലി. ഓക്കെ സാർ, ആ 3 സ്ലൈഡ് ഒന്നുകൂടി ഒന്ന് കാണിച്ചേ. ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ. നോട്ട്സ് പാരന്റ് പോർട്ടലിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ സ്ലൈഡ് പാരന്റ് പോർട്ടലിൽ ഇടാൻ പറ്റില്ല സാറേ. ഈ നോട്ട്സ് അവൈലബിൾ ആണ് കേട്ടോ, പാരന്റ് പോർട്ടലിൽ അവൈലബിൾ ആണ്. സോ ഡോണ്ട് വറി. You will get only tomorrow, next day after your class.
ഓക്കെ, യെസ്. ഓക്കെ, അപ്പോ എക്സാമിന് മുമ്പ് സാറ് ജസ്റ്റ് ഒന്ന് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സാർ ഒന്ന് സ്ലൈഡ് ബാക്കോട്ട് പോയി ജസ്റ്റ് നമ്മൾ റീഫ്രഷ് ചെയ്യണേ കേട്ടോ ഒന്ന്. എക്സാം കുഞ്ഞ എക്സാം ആണ്. ഇറ്റ് വിൽ ഓൺലി ടേക്ക് 5 minutes ഫോർ യു, ദാറ്റ്സ് ഇറ്റ്. 24th സ്ലൈഡോട്ട് നമ്മൾ ഇന്ന് പഠിച്ചത്, യെസ് കാണിച്ചു സാറേ, ഓഡ് നമ്പറും ഈവൻ നമ്പർ എന്താണെന്ന് പഠിച്ചു. ഈവൻ നമ്പറിന്റെ nth നമ്പർ കാണാൻ എല്ലാവരും ഫോർമുല പറഞ്ഞേ 2n. ഓഡ് നമ്പറിന്റെ nth നമ്പർ കാണാൻ 2n മൈനസ് 1. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അടുത്ത കാണിച്ചു സാറേ. ഇനി ഓഡ് നമ്പേഴ്സ്, കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് കിട്ടും. ഫസ്റ്റ് ഓഡ് നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആദ്യത്തെ 2 ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 2 സ്ക്വയർ കിട്ടും. ആദ്യത്തെ 3 ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 3 സ്ക്വയർ കിട്ടും. 4 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 4 സ്ക്വയർ കിട്ടും. 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 5 സ്ക്വയർ കിട്ടും. അടുത്ത സ്ലൈഡ് കാണിച്ചോ. n ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ n സ്ക്വയർ കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, കാണിച്ചു സാറേ. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 36 സ്ക്വയർ കണ്ടുപിടിക്കണം. നമുക്ക് 35 സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ 35 സ്ക്വയറിന്റെ കൂടെ 36th സ്ക്വയർ ഓഡ് നമ്പർ ആഡ് ചെയ്താൽ മതി. 36 സ്ക്വയർ കണ്ടുപിടിക്കാൻ 35 സ്ക്വയറിന്റെ കൂടെ 36th ഓഡ് നമ്പർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 27 സ്ക്വയർ കണ്ടുപിടിക്കാൻ 26 സ്ക്വയറിന്റെ കൂടെ 27th ഓഡ് നമ്പർ ആഡ് ചെയ്താൽ മതി. 36th ഓഡ് നമ്പറും 27th ഓഡ് നമ്പറും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 2n മൈനസ് 1 ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ക്ലിയർ ആണെങ്കിൽ ടാറ്റ കാണിച്ചേ. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. അപ്പോൾ ഈ ഐഡിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത എക്സാമിന് എന്തായാലും ഉണ്ടാവും. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചു. അടുത്ത സ്ലൈഡ് കാണിച്ചോ സാറേ. യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. മാറ്റിക്കോ. അടുത്ത സ്ലൈഡ്. പിന്നെ ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? കൺസിക്യൂട്ടീവ് ആയിട്ട് ഓഡ് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ക്ലിയർ ആണ്? അതായത് 25 പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ 25 മൈനസ് 1 24, 24 മൈനസ് 3 21, 21 മൈനസ് 5 16. ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ 0 കിട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 0 കിട്ടിയില്ലെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നമുക്ക് സ്മോളർ നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണ്? പിന്നെ സാറ് ഹോംവർക്ക് തന്നിട്ടുണ്ടായി ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ. ഇത് നോക്കിയിട്ട് ഫില്ല് ചെയ്യാൻ സാറ് ഹോംവർക്ക് തന്നിട്ടുണ്ടായി. ഓക്കെ, പിന്നെ 2 കൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ, അതായത് ഇപ്പോ 20 സ്ക്വയറിന്റെയും 21 സ്ക്വയറിന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? സ്മോളർ നമ്പറിന്റെ ട്വൈസ് എടുത്താൽ മതി. 2 into 20. അല്ലെങ്കിൽ 45 സ്ക്വയറിന്റെയും 46 സ്ക്വയറിന്റെയും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ, ഇൻ ബിറ്റ്വീൻ ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? 45ന്റെ ട്വൈസ് എടുത്താൽ മതി. സെറ്റാണ് ഈ ഡാറ്റ കാണിച്ചേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ട്രയാങ്കുലർ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സും പഠിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത മാത്സ് ക്ലാസ്സിൽ ഈ ടോപ്പിക് ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വേഗം എല്ലാവരും എക്സാമിന് വേണ്ടി റെഡി ആയിക്കോ. പാരന്റ്സിനെ വിളിച്ചെടുത്തിരുത്തിക്കോ. എക്സാം പെട്ടെന്ന് തീരും കേട്ടോ. എക്സാം പെട്ടെന്ന് തീരും. വെരി സ്മോൾ എക്സാം. എല്ലാം 1 വേർഡ്സ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 minutes കൊണ്ടൊക്കെ തീർക്കാൻ പറ്റും. അത്ര ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സാർ ഇട്ടേക്കണം. വെരി ഈസി ക്വസ്റ്റ്യൻസ്. ആർ യു ഗൈസ് റെഡി? റെഡി ആണോ? എക്സാം ബുക്കൊക്കെ ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. പാരന്റ്സിനെയൊക്കെ വിളിച്ചെടുത്തിരുത്തി. പാരന്റ്സ്, വേർ ആർ ദ പാരന്റ്സ്? ഡിയർ പാരന്റ്സ്, പ്ലീസ് പ്ലീസ് വേഗം വരൂ. യെസ്, പാരന്റ്സിനെ സ്ക്രീനിൽ കാണുന്ന രീതിയിലിരുന്നേ. പാരന്റ്സിനെ സ്ക്രീനിൽ കാണുന്ന രീതിയിലിരുന്നേ. യെസ്, ഒരു 30 seconds ടൈം തരുന്നു. 30 seconds.